السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവാസികളായിട്ടുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം എല്ലാവരും അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക, അതിൻ്റെ സത്യസന്ധമായ പ്രചരണവും പഠനവുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ നടത്തപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശാശ്വതമായ ലോകത്ത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വലിയ സമ്പാദ്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഭൗതിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതും നേരിടുന്നതുമായ പ്രശ്നങ്ങളെ ഒതുക്കാനും തീർക്കാനുമൊക്കെ മണിക്കൂറുകൾ ചെലവഴിക്കാനും ദിവസങ്ങൾ കാത്തിരിക്കാനും അങ്ങേയറ്റത്തെ ക്ഷമയോടെ നാം എല്ലാവരും സന്നദ്ധരാകാറുണ്ട്, തയ്യാറാകാറുണ്ട്. ഇഹലോക ജീവിതം എപ്പോഴും അവസാനിക്കാനുള്ളതാണ്, നമുക്കറിയാം. അവിടെയുള്ള താൽക്കാലിക സുഖത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും നാം ഒരുങ്ങുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വരാനിരിക്കുന്നത് ശാശ്വതമായ ലോകമാണ്. ഇവിടെ സഹായിക്കാനും കൂടെ നിൽക്കാനും ഉണ്ടായവർ ഒരു നിമിഷം പോലും നമ്മെ പരിഗണിക്കാത്ത ലോകമാണ്. നാം ചെയ്തതും സമ്പാദിച്ചതുമായ കാര്യങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ലോകമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആത്മാർത്ഥമായി ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും എത്ര സമയം വേണമെങ്കിലും മാറ്റിവെക്കാൻ വിശ്വാസികളായ നാം എല്ലാവരും സന്നദ്ധരാകണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ മഹിതമായ ആശയം, മഹത്തായ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ആശയത്തെ കൃത്യമായി കൊണ്ടു നടക്കുന്നവർ, അതിൽ പ്രശ്നങ്ങൾ വരാതെ, അതിന് വിള്ളലേൽക്കാതെ, ഒരു കുഴപ്പവും സംഭവിക്കാതെ ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും വക്താക്കളായി മുദ്രകുത്തപ്പെടുന്ന ഭയാനകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നവർ അന്യായമായി ക്രൂശിക്കപ്പെടുന്നു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ലഭിച്ചതു മുതൽ നേരിട്ടതും അനുഭവിച്ചതുമായ കാര്യമാണ്. ലക്ഷക്കണക്കിന് സ്വഹാബികൾ പീഡിപ്പിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. ഉത്തമ തലമുറയിൽ ജീവിച്ചവർ ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഓരോ കാലഘട്ടങ്ങളിലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, പ്രമാണങ്ങളുടെ കൂടെ ഉറച്ചു നിന്നവർ, ഇസ്ലാമിന്റെ ആദർശത്തെ ഉറക്കെ പ്രഖ്യാപിച്ചവർ വേദനിപ്പിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജയിൽ വാസം വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി കടന്നു വന്നവരിൽ പ്രധാനിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആ മഹാപണ്ഡിതന്മാരുടെ ജീവിതത്തെ വായിച്ചറിയാത്തവർ ഇന്നും അവരെ സംബന്ധിച്ച് തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ എന്ന നിലക്കൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അഴിച്ചുവിടുകയാണ്. അവരെല്ലാം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുവഹിദുകൾ, വിശ്വാസികൾ, സത്യത്തിന്റെ പക്ഷത്ത് അതിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ നേരിടുന്നതും അനുഭവിക്കുന്നതുമായ പ്രശ്നങ്ങൾ അതിനോളം വരികയില്ല എന്ന് മനസ്സിലാക്കണം. നമുക്കുള്ള ധൈര്യം എന്താണ്? ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ആദർശത്തിന്റെ വാഹകരാണ് നമ്മൾ. നമുക്കുള്ള ബലം, കരുത്തെന്താണ്? ഒരക്ഷരം പോലും മാറ്റപ്പെടാത്ത വിധം ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രമാണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ്. എവിടെയും ആരോടും എപ്പോഴും എങ്ങനെയും പറയാവുന്ന അതിസുന്ദരമായ പ്രമാണങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്കുള്ള മാർഗമേതാണ്? ഇസ്ലാമിന്റെ ആശയത്തെയും പ്രമാണങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയ ഏറ്റവും നല്ല തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ മാർഗമെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ, സ്വർഗത്തിന്റെ വക്താക്കളെന്ന് ഖുർആൻ അംഗീകാരം നൽകിയിട്ടുള്ള ഉത്തമ തലമുറയുടെ മാർഗം അഥവാ സിറാത്തുൽ മുസ്തഖീം. ഇതാണ് സഹോദരങ്ങളെ നമുക്കുള്ള തണലും തുണയും. ഈ കാര്യത്തിൽ നിന്ന് അകന്ന് ആര് സഞ്ചരിച്ചാലും, അവൻ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, ഇസ്ലാമിന്റെ വേഷധാരിയാണെങ്കിലും, സമൂഹത്തിലെ സമ്പന്നനാണെങ്കിലും, വലിയ ഉന്നതങ്ങൾ, സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ആളാണെങ്കിലും, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും കഴിയുന്ന ആളാണെങ്കിലും, ഈ നിലപാടിൽ നിന്ന് മാറ്റപ്പെട്ടവരാണോ അവർക്ക് പരലോകത്ത് കൃത്യമായി ശരിയായി വിചാരണയെ നേരിടുക എന്നത് പ്രയാസമുണ്ടാകുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മെ ഉണർത്തിയ കാര്യമുണ്ട്. വമിനൻ നാസി മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. അല്ലാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാതെ, ജ്ഞാനമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ വലാഹുദൻ, ശരിയായ മാർഗമില്ലാതെ നാവിന്റെ നീളം കൊണ്ട് വാചാലമായി സംസാരിക്കുന്നവർ, മലയാള ഭാഷ കയ്യിലുള്ളത് കൊണ്ട് തോന്നിയതെല്ലാം എഴുതി പിടിപ്പിക്കുന്നവർ, അങ്ങാടികളിലും കവലകളിലും വരാന്തകളിലും സത്യത്തെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ധാരാളം സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അവരുടെ കൂടെ ഏറ്റവും വലിയ അടയാളമായിട്ടുള്ള
അന്തസ്സും അഭിമാനവുമായിട്ടുള്ള അറിവ് ഉണ്ടാവുകയില്ല, നേർമാർഗം ഉണ്ടാവുകയില്ല. വലാ കിതാബിൻ മുനീർ, പ്രകാശിക്കുന്ന തെളിവ്, വിശുദ്ധ ഖുർആനും അതിന്റെ വിവരണവും വിശദീകരണവുമായിട്ടുള്ള ഹദീസുകൾ അവരുടെ കൂടെ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറയുന്നു, ദക്കറ ഫീ ഹാദിഹി, ഈ ആയത്തിലൂടെ പറഞ്ഞത് ഹാലദ്ദുആതി ഇലദ്ദലാൽ, വഴികേടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരുടെ അവസ്ഥയാണ്. റൂസിൽ കുഫ്രി വൽ ബിദ്അ, അവിശ്വാസത്തിനും അന്ധവിശ്വാസങ്ങൾക്കും പുത്തനാചാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ്. എങ്ങനെയാണ് അവർ നേതൃത്വം കൊടുക്കുക? ബിലാഖിലിൻ സഹീഹ്, ശരിയായ ബുദ്ധി അവർക്കില്ല. അല്ലാഹു കൊടുത്ത പരിമിതമായ ബുദ്ധിയെ നല്ല നിലക്ക് അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. വലാ നഖലിൻ സഹീഹിൻ സരീഹിൻ, വ്യക്തവും ശരിയായതുമായ തെളിവുകൾ, രേഖകൾ അവർക്കില്ല. ബൽ ബിമുജറദി റഈ വൽ ഹവാ, സ്വതന്ത്രമായ ഇച്ഛകളും സ്വതന്ത്രമായ അഭിപ്രായങ്ങളും, ഓരോരുത്തർക്ക് തോന്നിയത് അവരങ്ങനെ വിളിച്ചു പറയും. ഇതാണ് ദീന്, അതാണ് ദീന്, അങ്ങനെയാണ് ദീന്, ഇങ്ങനെയാണ് ദീന്, സ്വതന്ത്രമായിട്ട് അങ്ങനെ നിരുപാധികം വിളിച്ചു പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥയിൽ നിന്നാണ് സഹോദരങ്ങളെ നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഈ സംസാരത്തെ കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ ഈ ആയത്തിനെ, അതിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണത്തെ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. എന്നിട്ട് ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കുക. വിശ്വസിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ പ്രമാണങ്ങളുടെ സിറാത്തുൽ മുസ്തഖീമിന്റെ പിൻബലമുള്ളതാണോ? തുടർന്ന് അല്ലാഹു പറഞ്ഞു, സാനിയ ഇത്ഫിഹി, അഹങ്കാരത്തോടുകൂടി അവൻ പിന്മാറിക്കളയും. ഇതാ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. മറ്റു ത്വരീഖത്തുകൾ വേണ്ട. ഖാദിരിയ ത്വരീഖത്തില്ല, ജീലാനി ത്വരീഖത്തില്ല, നക്ഷബന്ദിയ ത്വരീഖത്തില്ല, സഹ്റവന്ദിയ ത്വരീഖത്തില്ല, തീജാനി ത്വരീഖത്തില്ല, കൊണ്ടോട്ടി പൊന്നാനി ഒന്നുമില്ല. ഒരൊറ്റ മാർഗം സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ കളങ്കമില്ലാത്ത ഹൃജുവായ മാർഗം. അതിലേക്ക് വരാൻ പറഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി പിന്മാറിക്കളയും. പിന്നെയോ ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി. ലഹു ഫിദ്ദുന്യാ ഖിസിയുൻ, അവന് ദുനിയാവിൽ നഷ്ടമാണ്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരുക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ പേടിക്കണം, മനസ്സ് വിറക്കണം. അല്ലാഹു ഒരുക്കി വെച്ച ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ കോടതി വിധിക്കുന്ന ഒരു ശിക്ഷയല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഈടാക്കുന്ന ഒരു പണിഷ്മെന്റ് അല്ല. ഒരു അധ്യാപകൻ ശിക്ഷിക്കുന്ന പോലെയല്ല, മാതാപിതാക്കൾ ശിക്ഷിക്കുന്ന പോലെയല്ല, നാട്ടിലുള്ള പ്രമുഖർ ശിക്ഷിക്കുന്നത് പോലെ ശാസിക്കുന്നത് പോലെയല്ല. അല്ലാഹു ഒരുക്കി വെച്ച ശിക്ഷ എന്ന് പറഞ്ഞാൽ തൊലികളെ കരിച്ചു കളയുന്ന, വീണ്ടും തൊലികളെ തരുന്ന, കല്ലും മനുഷ്യനും വിറകായി നിറക്കപ്പെടുന്ന മൂടപ്പെട്ട അഗ്നിയാണ്, ജ്വാലയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര ഗൗരവത്തിൽ, കുറച്ചൊക്കെ പിന്നെ ഗൗരവം ഊന്നിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം, അതിന്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ അതിന് നേതൃത്വം കൊടുത്ത പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തൗഹീദായി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് ഒരു അളവ് വ്യത്യാസമില്ലാതെ ഇന്നും അത് പോവുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നാടിന്റെ മുക്കുമൂലകളിൽ ആ തൗഹീദ് വിളിച്ചു പറയുന്നു, സുന്നത്തിലേക്ക് ആളുകളെ വിളിക്കുന്നു, ധാർമ്മികത പഠിപ്പിക്കുന്നു, അധർമ്മങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. അതാണ് നമ്മുടെ ദൗത്യം. പക്ഷേ സമസ്ത ഉണ്ടാക്കപ്പെട്ടത് എന്തിനാണ്? സാധാരണക്കാർ കേൾക്കണം. അതിനാണ് ഇതൊക്കെ തുറന്നു കാണിക്കുന്നത്. ഒരു ഉസ്താദ് പറയുന്നത് കേൾക്കുക, സമസ്ത എന്തിനാ ഉണ്ടാക്കിയത്? പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ
നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുൽ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുൽ ആലമിനെ യാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കേട്ടല്ലോ, ഇതാരാ? തളീക്കര തങ്ങൾ എന്ന് പറയുന്ന സമസ്തയിലെ ഉസ്താദാണ്. സമസ്തക്ക് വേണ്ടപ്പെട്ട ഉസ്താദാണ്. വേണ്ടപ്പെട്ട ഉസ്താദ് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ മുഖവിലക്കെടുക്കണല്ലോ. അതാണ് സമൂഹം കേൾക്കണം. ഉസ്താദുമാരിൽ വിശ്വസിച്ചു പോകുന്ന എന്റെ രക്ഷിതാക്കൾ, ജ്യേഷ്ഠന്മാർ കേൾക്കണം. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഗൗസുൽ ആലമിനെ വിളിക്കാൻ. ആരാ ഗൗസുൽ ആലം? അബ്ദുൽ ഖാദിർ ജീലാനി മുഹീദ്ദീൻ ഷെയ്ഖ്. മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന സമൂഹത്തിൽ ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിക്കാനാണ്. അവിടേക്കൊന്ന് പിടിച്ചു നോക്കുക അല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമരാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ വേണ്ടിയെന്ന് പോലുമല്ല, അങ്ങനെയും പറയാൻ പറ്റൂല, പച്ച ശിർക്കാണ് ഗൗസുൽ ആലമിനെ വിളിക്കാൻ. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്തിനാണ്? പുൽപ്രവാചകരെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന മാർഗം. അദ്ഉ ഇലല്ലാഹ്, അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നു. അലാ ബസീറ, അറിവോടെ, ഉൾക്കാഴ്ചയോടെ. ഞാൻ മാത്രമല്ല, അനവ മനിത്തബഅനി, എന്നെ പിൻപറ്റി വരുന്നവരും. ശരിക്ക് മനസ്സിൽ വെക്കണം, ഇത് വിശുദ്ധ ഖുർആനാണ്, ഒരാളുടെ വാക്കല്ല. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വന്ന വാക്കാണ്. തുല്യതയില്ലാത്ത വചനമാണ്. അള്ളാഹുവിന്റെ കലാം, സംസാരം. ഞാൻ വിളിക്കുന്നത് അള്ളാഹുവിലേക്ക്. ഞാൻ മാത്രമല്ല, അനവമനിത്തബഅനി, എന്നെ പിൻപറ്റിയവരും. തീർന്നില്ല, വദാഇയൻ ഇലല്ലാഹ് ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം റബ്ബിലേക്ക് വിളിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉസ്താദുമാര് പറയുന്നു ഗൗസുൽ ആലമിലേക്ക് വിളിക്കാൻ. ഇവിടെ മമ്പാണാണല്ലോ വഹാബ് സഖാഫി ഉള്ളത് അല്ലേ? വഹാബ് സഖാഫിനൊന്ന് വിളിക്കുക. എന്താ ഉസ്താദെ, നമ്മളെ സമസ്ത അല്ലാഹനെ വിളിക്കാൻ ഉണ്ടാക്കിയതല്ലേ? എന്തൊരവസ്ഥയാണ് നമ്മളത് എന്ന് ഉസ്താദിനോട് ചോദിക്കണം. എന്താ പ്രശ്നം എന്നറിയോ? ഈ ആശയം അഥവാ ഇമാമുകളെ വിളിക്കുക എന്ന ആശയം, അതാരാശയ? ലോകത്ത് ഷിയാക്കൾ കൊണ്ടുവന്ന ആശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഷിയാക്കൾ ലോകത്ത് കൊണ്ടുവന്ന ആശയാണ്. അവരവരെ ഇമാമുകളെ വിളിച്ചിട്ടാണ് കാര്യം സാധിക്കുക. അവരെ വിശ്വാസം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്ന കാലത്ത് അവിടുന്ന് നേരിട്ട മക്കയിലെ മുശ്രിക്കുകൾ അവർ ലാത്തനെ വിളിച്ചു, ഉസ്സനെ വിളിച്ചു, മനാത്തനെ വിളിച്ചു. അവരങ്ങനെയാണ്. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഷിയാക്കൾ ഒരു പ്രത്യേക അടിസ്ഥാനമുണ്ടാക്കി അവരെ ഇമാമുകളെ വിളിക്കാൻ തുടങ്ങി. അത് കടമെടുത്തുകൊണ്ടാണ് ആര് നടക്കുന്നത്? നമ്മുടെ നാട്ടിലെ സമസ്ത ഉസ്താദുമാർ. ഇത് വെറുതെ പറയല്ല, ഇത് അൽ മുബാറക് എന്ന പഴയകാല സമസ്തയുടെ പ്രസിദ്ധീകരണമാണ്. അൽ മുബാറക് സമസ്തയുടെ വാർഷിക സോവനീറുകളിൽ വരെ ഈ അൽ മുബാറക്കിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അൽ മുബാറക്കിന്റെ പോരിശ പറഞ്ഞ് ഉസ്താദുമാർ നടത്തിയ പ്രഭാഷണങ്ങളുണ്ട്. 1989 ഓഗസ്റ്റ് 16 അൽ മുബാറക് എന്താ പറയണോ അറിയോ? അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. അലവി സഖാഫി ഉസ്താദിനോട് ചോദിക്കണം, എന്താ ഉസ്താദേ, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും സമസ്തയും ഒന്നാണെന്നോ? ആരാ ഷിയാക്കൾ? ഇസ്ലാമിന്ന് പുറത്താ. ഒരു ഇസ്ലാമിന്റെ ആളുകളല്ല, ഇസ്ലാമിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരാ. തൗഹീദിൽ സമസ്തയും ഞങ്ങളും ഒന്നാണ് എന്ന് ആര്? ഉസ്താദുമാരാണ് പറയണത്. ഇതാരും സലഫികൾ ആരും ഉസ്താദുമാരെ പേരിൽ പറഞ്ഞ ഒരാരോപണമോ ഒരാക്ഷേപമോ അല്ല. സഹോദരങ്ങളെ, തൗഹീദിന്റെ ശരിയായ രീതി എന്താണോ അതിനെ മെല്ലെ ഉസ്താദുമാരൊന്ന് മാറ്റി. എങ്ങനെ മാറ്റിയത്? അള്ളാഹു ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഓലുണ്ടാക്കിയ അസിൽ. ഇത് പഠിച്ചു പോകണം, നമ്മൾ ഇത് പഠിച്ചെന്നെ പോകണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, പഠിക്കാതെ പോയാൽ
ശൈത്വാന് കളിക്കാൻ എളുപ്പ. അല്ലാഹു അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് കഴിവ് വാരിക്കോരി കൊടുത്തുക്കാണ്. എന്തും ചെയ്യാം. അവർക്ക് ഇഷ്ടാനുസരണം ജീവിതകാലത്താണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും എന്തും ചെയ്യാം, ഒരു തടസ്സമല്ല എന്നാണ് ഷിയാക്കളിൽ നിന്ന്, അതിൻ്റെ മുമ്പ് മക്കത്തുണ്ടായിരുന്ന മുശിരിക്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഉസ്താദുമാർ ഉണ്ടാക്കി വെച്ച ഒരു അസ്ല് അതാണ്. ഇതാ എടവണ്ണ പ്രസംഗത്തിലും ഒരു സഖാഫി പറഞ്ഞത് കേൾക്കുക. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് സുന്നികൾ, ലോകത്തുള്ള മുസ്ലിങ്ങൾ ഒക്കെയും വിശ്വസിക്കുന്നത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹു സഹായിക്കുക എന്നാണ്. പക്ഷെ ആരിലൂടെ? ഇന്ന വലിയിലൂടെ. അതായത് അള്ളാഹുവിന്റെ കുദറത്തല്ലാത്ത, കഴിവല്ലാത്ത ഒരു കഴിവും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ കഴിവോട് കൂടെയാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിച്ചാലും റിഫായി ഷെയ്ഖ് സഹായിച്ചാലും ആര് സഹായിച്ചാലും അള്ളാഹുവിലൂടെയാണെന്ന് വിശ്വസിക്കാത്ത ഒരൊറ്റ സുന്നിയും ലോകത്തിന്റെ ഒരു ഭാഗത്തുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിയാണ്, ഒറ്റ സുന്നി ലോകത്തിന്റെ ഭാഗത്തില്ല. കാരണം സുന്നിന്റെ വിശ്വാസം അതാണ്, അഹ്ലു സുന്നന്റെ വിശ്വാസം അതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് സഹോദരങ്ങളെ, സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് എന്ന് സൃഷ്ടാവെന്നെ പറയാ. എന്താ കഥ? അല്ല പറയാ, ഞാൻ ചെയ്തരേണ്ട കാര്യങ്ങളൊക്കെ അമ്പിയാക്കളും ഔലിയാക്കളും ചെയ്തരും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹ്ക്ക് തന്നെ പങ്കാളികളെ വെച്ചു എന്നല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചോ? അള്ളാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദുമാരെ അതിന്റെ അർത്ഥം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബിമുജറദിൽ ഹവാ, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനം ഒഴിവാക്കുക. ബിമുജറദിർ റഈ, നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ എന്തിനും തൗഫീഖ് റബ്ബിൽ നിന്നാണ്. റബ്ബിൽ നിന്ന് തൗഫീഖാണ് കിട്ടാതെ നമുക്കൊരു കാലെടുത്തു വെക്കാൻ സാധിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിയൂല. ആ ആയത്തിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെയും തുല്യരാക്കി സമന്മാരാക്കി കൊണ്ടുപോവുക എന്ന ഈ വിശ്വാസമുണ്ടല്ലോ, ഇതാണ് നിങ്ങളെ പിഴപ്പിച്ചത്. ഇതാരെ വിശ്വാസ? മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. എന്താ അവര് പറഞ്ഞത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീക്, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളിക്ക് നീ എന്താണോ ഉടമപ്പെടുത്തി കൊടുത്തത് അതിന്നാണ് ഞങ്ങൾ ചോദിക്കണത്. അല്ലാതെ ലാത്തയെ ഞങ്ങൾ ഒരു റബ്ബായി, ഒരു ഖാലിഖായി, ഒരു മാലിക്കായി, ഒരു മുദബ്ബിറായി കാണുന്നില്ല. ആ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ നീ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിശ്വാസം എന്തല്ല, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമല്ല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. ഈ ഒരു വ്യാജ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യാജ തൗഹീദ് കാലങ്ങളായി ഉസ്താദുമാർ സമൂഹത്തിൽ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് അറിയോ? ലാത്തനി ഉസ്സനി വരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു കുഴപ്പമില്ല. കേട്ടോളി. ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. കേട്ടല്ലോ, ഏതാ വിശ്വാസം? ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസപ്രകാരം ലാത്തെ ഉസ്സെ മനാത്തെ എന്ന് വിളിച്ച് സഹായം തേടിയാൽ ആ ഇസ്തിഗാസ കുഴപ്പമില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിലാണ് ഈ കാര്യത്തെ നമ്മൾ കാണേണ്ടത്. എന്താ ഇതിന്റെ അപകടം? സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി പഠിച്ച ഒരു ഉസ്താദാണെങ്കിൽ ഇത് പറയുമോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ആയത്തുൽ കുർസിയും ഒക്കെ ഓതി പഠിച്ച ഒരു ഉസ്താദാണെങ്കിൽ ഇത് പറയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് എന്തിനാ സംസാരിച്ചത്? എന്തിനാ തർക്കിച്ചത്? വിശുദ്ധ ഖുർആൻ ആണയിട്ടവരോട് പറഞ്ഞത് എന്തിനാണ്? അങ്ങനെ പറ്റുമെങ്കിൽ
സഹോദരങ്ങളെ, മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എന്താ ഇത് വ്യത്യാസം? എന്താ ഇത് വ്യത്യാസം? ഇതേ മാനദണ്ഡ പ്രകാരമായിരുന്നു ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും കടന്നു പോവുകയില്ല, ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടാതെ, ലാത്തയും ഉസ്സയും പ്രാർത്ഥിക്കപ്പെടാതെ രാവും പകലും കടന്നു പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇത് സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞു. അതാണ് ഇതൊരു അപകടം പിടിച്ച പണിയാണ്. ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഇത് സമൂഹ മധ്യത്തിൽ വിശ്വാസികളായ നമ്മൾ വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കണം. ഇനി കഴിഞ്ഞില്ല, അതേ മാനദണ്ഡ പ്രകാരം ഹിദായത്ത് പോലും മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാമെന്ന് പഠിപ്പിക്കപ്പെട്ടു. അടുത്ത കേൾക്കുക. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹ്യിദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി, അത് ശിർക്കല്ല. കേട്ടല്ലോ എന്താ ശൗര്യം? ഒരു ശിർക്കിനെ സ്ഥാപിക്കാനുള്ള ശൗര്യം കണ്ടെങ്കിൽ ശിർക്കല്ല. എന്താണ്? ഖാലിഖല്ല എന്ന് വിശ്വസിക്കണ്ട. ഖാലിഖ് പറഞ്ഞാൽ എന്താ? സൃഷ്ടാവ്. അപ്പൊ എന്താ പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലക്ക് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? ലാ റബ്ബ സിവാ, അല്ലാഹ്ക്ക് പുറമെ റബ്ബില്ല. ആ അർത്ഥാണ് ഇവരെ കുടുക്കിയത്. ഏതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ലാ ത്വാഅത, അല്ലാഹ്ക്കല്ലാതെ അനുസരണമില്ല എന്ന് പറഞ്ഞു കുടുങ്ങി. സമസ്തക്കാരോ ലാ റബ്ബ സിവ, അല്ലാഹ്ക്കല്ല, അല്ലാഹ്ണ് റബ്ബ് എന്നാണ് വിശ്വസിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കല്ലിനോടോ മരത്തോടോ എന്തിനോടും ഏത് ഭ്രാന്തനോടും ചോദിക്കാം. അതാണ് സി എം മടവൂർ. മൂപ്പര് ഭ്രാന്തനാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കാണി. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലല്ലാതെ ആരുമില്ല. അല്ലല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരു സൃഷ്ടിയില്ല. ജിന്നുമില്ല, മലക്കുമില്ല, ആരുമില്ല. ഔലിയാക്കളും അമ്പിയാക്കളും കല്ലും മരവും ഒന്നുമില്ല. പ്രാർത്ഥനയും സഹായത്തേട്ടവും ആരാധനയും നേർച്ചയും തവക്കുലും എല്ലാം അത് റബ്ബിലേക്കാണ്. ഒരു ചരട്, ഒരു ഐക്കല്ല്, ഒരു ഏലസ്, ഒരു കറുത്തവള, ഒരു മോതിരം, ഒരു കറുത്ത പുള്ളി, ഒരു കറുത്ത ശീല, ഒന്നിനും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഉസ്താദ് പറഞ്ഞ പോലെയാണെങ്കിൽ എന്തിനാണ് ഇത്ര സ്വഹാബികളൊക്കെ റസൂലെ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖല്ല എന്ന് കരുതിയിട്ട് ഞങ്ങളെ ഹിദായത്ത് ആക്കണമെന്ന് പറഞ്ഞ പോരെ? എന്തിനാണ് തന്റെ എളാപ്പാന്റെ മുമ്പിൽ പോയിട്ട് ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണല്ലോ. സംശയമുണ്ടോ? അഷ്റഫുൽ ഖൽഖല്ലേ? ഞാൻ ഖാലിഖല്ല, അല്ലാഹ് എന്റെ എളാപ്പാനെ ഇസ്ലാമിലേക്ക് ആക്കുന്നു എന്നാണ് പറഞ്ഞ പോരെയുന്നോ? എത്ര എളുപ്പമായിരുന്നു, എത്ര എളുപ്പമായിരുന്നു സഹോദരങ്ങളെ. അങ്ങനെ ഒരു ഇസ്ലാം, ഒരു തൗഹീദ് ഇല്ല. ഇത് ഉസ്താദുമാര് ഷിയാക്കളിൽ നിന്ന് കടടുത്ത് ഉണ്ടാക്കി കുടുങ്ങിയതാണ്. ഇനി കേൾക്കൂ നിങ്ങൾ, മരണസമയത്ത് പോലും സംരക്ഷണം തരാൻ ആരുണ്ടാകും? സി എം മടവൂരുണ്ടാവും എന്നാണ് കേട്ടോ. മരണമെന്നൊരു വലിയ സംഭവം ഇവിടെ വരാനില്ലേ കൂട്ടുകാരെ? ആ മരണത്തിന്റെ നേരത്ത് സംരക്ഷകരായി ആരെ ഉണ്ടാവുള്ളൂ? ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. കേട്ടല്ലോ, എന്നെ പിടിച്ചോവർ. മൊഹീദ്ദീൻ ഷെയ്ഖ് പണ്ട് പറഞ്ഞതാണല്ലോ. ആ ഷെയ്ഖിന്റെ ബാക്കിയാണ് ബാക്കി എല്ലാം. അപ്പൊ പിന്നെ ആ പാട്ട് ഇങ്ങോട്ടും കൊടുക്കുക. എന്നിട്ടോ മരണസമയത്ത് കാവൽ. ആലോചിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ മഹിതമായ ആശയം മനസ്സിലുറപ്പിച്ച് മരിക്കാൻ പോലും ഉസ്താദുമാർ സമ്മതിക്കൂല. മരിക്കുന്ന നേരത്തും ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചോ, അതാണ് ഉസ്താദുമാർ പഠിപ്പിക്കണത്. എന്ത് സുഖയുന്നുലേ, എന്ത് സമാധാനം അങ്ങനെയാണെങ്കിൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യുന്നതനായ കൂട്ടുകാരനിലേക്ക്
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് സംരക്ഷണം തരും എന്ന് പറഞ്ഞുകൊണ്ടാണോ മരിച്ചത്? വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം മുറുകെ പിടിച്ചോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഓർത്ത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംരക്ഷണം തരും എന്ന് പറഞ്ഞല്ല മരിച്ചത്. ഇല റഫീഖിൽ അലാ. എന്താ സഹോദരങ്ങളെ ഇതൊക്കെ? ഇസ്ലാമിന്റെ തൗഹീദിന് ഒരു വിലയില്ല ഉസ്താദുമാരെ നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ? അള്ളാഹ്ക്ക് ഒരു ഗാംഭീര്യം, ഒരു ഗൗരവം നിങ്ങൾ കൊടുക്കുന്നില്ലേ? തട്ടിക്കളിക്കുകയാണോ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരാണ്. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുക. എന്തിനാണ് ഖുർആൻ ഇതൊക്കെ പഠിപ്പിച്ചത്? ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക്. ഇത് വഹിയാണ്. ഉസ്താദുമാര് പറയണതോ ഹവയാണ്, അവരഭിപ്രായമാണ്. ഏത് വേണമെന്ന് കേൾക്കുന്നവർ ചിന്തിക്കുക. മൻമാത ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ആരാണോ മരിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിലേക്ക്. CM മടവൂർ കാവൽ, അയാൾ മരിച്ചിട്ട് 10-30 കൊല്ലായി. ആലോചിച്ചോക്കാണി. അയാൾക്ക് മറ്റുള്ളവർക്ക് കാവൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അയാൾ മരിക്കണ്ടല്ലോ. മൂപ്പർക്കെല്ലാം നിയന്ത്രിക്കാനും ചെയ്യാനും സാധിക്കുമെങ്കിൽ അയാൾ മരിക്കണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ തുറന്ന് കാണിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വഴിവിട്ട, വളരെ അതിരുവിട്ട പിടച്ച റൂട്ടിലൂടെ ഉസ്താദുമാർ പോകുമ്പോഴും ഓല് പറയണ കാര്യം എന്താ അറിയോ? അതുകൂടി ഒന്ന് കേൾക്കുക, രസമാണ് കേട്ടോ. ഞാൻ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനാകുമോ? ഫൈസൽ ഹസൻ ഉസ്താദ് അതാണ് നിങ്ങളോട് വിശദീകരിച്ച് തന്നത്. അതൊന്നുകൂടി പറയുന്നു. ഞാൻ അല്ലാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, വേറെ ആളോടും വിളിച്ചു പ്രാർത്ഥിക്കൂല, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനാകുമോ? ഇതല്ല ഇപ്പൊ നിങ്ങളെ സംശയം? അതെ, നല്ല ചോദ്യമാണ്. അയാളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ആ ചോദ്യം ചോദിച്ചു. അൽഹംദുലില്ലാ, അത്ര തന്നെ പറയാനുള്ള ഇടവണ്ണ വെച്ച് കൊട്ടുകര ഉസ്താദ് പറഞ്ഞതാണ്. നമ്മളെ സഹോദരന്റെ ചോദ്യത്തിനുള്ള ഉത്തരാണ്. ഇനി ഈ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ, ഈ സംസാരത്തെ കേൾക്കുന്ന സമസ്ത വിഭാഗത്തിലെ ഉസ്താദുമാരെ കൊട്ടുക്കര ഉസ്താദ് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഉസ്താദ് ആദ്യം ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ്. എന്തേ കാരണം? കൊട്ടപ്പുറത്ത് വെച്ച് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരായത്ത് ഖുർആനിൽ നിന്ന് ഓതാൻ കഴിയുമോ മുസ്ലിയാരെ എന്നാവർത്തിച്ചുള്ള ചോദ്യത്തിന് ആലോചിച്ച് കുത്തിമറിഞ്ഞ് തലപുകഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ദേഹേച്ഛക്കനുസരിച്ചുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക എന്നായത്തോടിയിട്ട് അതാ ശിർക്കിന് തെളിവാക്കി കേരളത്തിൽ ആദ്യത്തെ ദുർവ്യാഖ്യാനം, കേരളത്തിലെ ഒന്നാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനം ശിർക്കിന് വേണ്ടി. ആര്? സാക്ഷാൽ കാന്തപുരം. അപ്പൊ കാന്തപുരം ഉസ്താദിന് ഒരു നല്ല ക്ലാസ്. എന്ത് ഉസ്താദേ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. നല്ല ക്ലാസ് എടുത്തു കൊടുക്കുക. രണ്ടാമത്തതോ സമസ്തയുടെ 8ാം പ്രമേയം. ഇന്നും അത് ബാക്കിയാണ്. 1933 സമസ്ത നേതാക്കൾ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം. ഒരാളെ സുന്നിയായി, ഖാദിയായി, ഖതീബായി സമസ്ത അംഗീകരിക്കണമെങ്കിൽ ഈ പ്രമേയം സ്വീകരിച്ചേ മതിയാകൂ. എന്താണ് കേട്ടോളൂ? മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ട് വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലും അമ്പിയാക്കളെയും ഔലിയാക്കളെയും പങ്കു ചേർത്തുകൊണ്ട് ശിർക്ക് ചെയ്തോളൂ എന്ന് 1933 പാസാക്കിയ ശ്രദ്ധേയമായ 8ാം പ്രമേയം 2024 ബാക്കിയാണ്. കൊട്ടുക്കര ഉസ്താദ് പറഞ്ഞത് ആത്മാർത്ഥാണെങ്കിൽ ഈ പ്രമേയം തിരുത്താനുള്ള ഒരു മുഷാവറ പെട്ടെന്ന് കൂടണം. കാരണം എന്താ? നേരിട്ട് വിളിക്കൽ. നേരിട്ട് വിളിക്കലിന്റെ മലയാളം എന്താ സഹോദരങ്ങളെ? ഞാനൊരാളെ നേരിട്ട് ആരും കൂട്ടാതെ എടാ ഇവിടെ വാടാ, ഞാൻ നേരിട്ടാണ് വിളിക്കുകയാണ്.
അള്ളാനെയാണ് നമ്മൾ നേരിട്ട് വിളിക്കണം. ഇടയിൽ ആരും വേണ്ട ആവശ്യമില്ല. അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും നേരിട്ട് വിളിച്ചോളൂ എന്ന് പ്രമേയം പാസാക്കി പഠിപ്പിച്ചവരാണ് സമസ്ത ഉസ്താദുമാർ. മൂന്നാമത്തതോ, സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ്, സാക്ഷാൽ അവരുടെ ശൈഖുൽ ഹദീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നന്നായി സേവനം ചെയ്ത പ്രധാന ഉസ്താദ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെച്ച സുലൈമാൻ സഖാഫി മാളിയേക്കൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അല്ലെ? ഈ പുസ്തകത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന ഈ പുസ്തകത്തിൽ 33-ാമത്തെ പേജ് മുതൽ സുലൈമാൻ സഖാഫി മാളിയേക്കലിന്റെ ഒരു അനുഭവ കുറിപ്പാണ്, ഒരു ബസ് യാത്രയുടെ ഓർമ്മ. എന്താ അതിലുള്ളത് അറിയോ? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഇബ്ലീസിന്റെ പ്രമേയമാണ്. കൊട്ടുക്കര ഉസ്താദ് സുലൈമാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞ ഈ ആശയം ഒന്ന് തിരുത്തുവോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ചില്ലറക്കാരനല്ലല്ലോ. സമസ്തക്ക് തള്ളാൻ പറ്റുമോ? പറ്റൂല. സമസ്തന്റെ വേണ്ടപ്പെട്ട ശൈഖാൻ, കാന്തപുരം ഉസ്താദിന് വളരെ കണ്ണിലുണ്ണിയായിരുന്ന ശൈഖാൻ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയം. തിരുത്തണം, അപ്പോഴല്ലേ ആ പറഞ്ഞ കാര്യം ശരിയാകുള്ളൂ. ഇനിയോ അതുകൊണ്ട് തീർന്നില്ല. എത്ര ആയത്തുകൾ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. വസ്അൽ മൻ അർസൽനാ എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ? ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ? ഉൾദുർന എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ? സൂറത്ത് തഹരീമിലെ ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ? സൂറ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ? എത്ര ആയത്തുകളെ ഉസ്താദുമാരെ നിങ്ങൾ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. എന്തിന്? മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, മമ്പുറന്തങ്ങളെ വിളിക്കാൻ, ബദരീങ്ങളെ വിളിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ. ഇപ്പൊ പറയാ നല്ല അംഗീകാരം കൊടുക്കേണ്ട കാര്യമാണ്. കുടുങ്ങിയപ്പോ. അഞ്ചാമത്തത്, എത്ര ഹദീസുകളെ, സ്വഹീഹായ ഹദീസുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ആ ഹദീസുകളെ ഒന്ന് എണ്ണി നിങ്ങൾ തിരുത്തി. ആ ദുർബലമായത് വേണ്ട, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അതേപോലെ തന്നെ നിർമ്മിക്കപ്പെട്ടതും കള്ളക്കഥകളും അതൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോളി. സ്വഹീഹായ എത്ര ഹദീസുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, അതൊക്കെ ഒന്ന് തിരുത്തുവോ? ഇങ്ങനെയൊക്കെ കൊട്ടുക്കര ഉസ്താദ് ഇടവണ്ണ വെച്ച് പറഞ്ഞെങ്കിലും മമ്പാട് ഉസ്താദിന് സംശയം തീരുന്നില്ല. കണ്ടോളിങ്ങൾ. ഉസ്താദ് ഇവിടെ പറഞ്ഞ വിഷയം, നിങ്ങളെ ചോദ്യം, ഈ ചോദ്യത്തിൽ തന്നെ ഭയങ്കര ഒരു പെശകുണ്ട്. ആ പെശക് കൊണ്ടാണ് കേരളത്തിൽ വലിയ നവോത്ഥാനം ഉണ്ടാക്കാൻ വന്നു എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനപ്പോ ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരി ആയത്. അത് ഈ വിളിച്ചു പ്രാർത്ഥന എന്ന് പറഞ്ഞ ഈ ഒലക്കിയും പാന്ത് ഏച്ചൂട്ടിയ മാതിരിയുള്ള രണ്ട് വേടുമ്പലാണ് മുജാഹിദ് എന്ന് 14 എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ തമാശക്ക് പറയല്ല. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്കേ ഖുർആനിലില്ല. മാത്രമല്ല, ഈ വിളിയാണോ ശിർക്ക്, പ്രാർത്ഥനയാണോ ശിർക്ക്, അതോ ഈ ഒലക്കിയും പാന്ത് ഏച്ചൂട്ടിയ വിളിച്ചു പ്രാർത്ഥനയാണോ ശിർക്ക് എന്ന് ഇങ്ങളെ ഈ ഒസ്വാസാക്കിയ ആളോട് നിങ്ങൾ ചെന്ന് ചോദിച്ചോക്കാണ്, ഈ മൂപ്പരും മുണ്ടൂല. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നൊരു വിഷയം മുസ്ലിമീങ്ങളിൽ ഇല്ല. കേട്ടല്ലേ? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാന്നുള്ളൊരു വിഷയം മുസ്ലിങ്ങളിൽ ഇല്ല. ഇത് ഈ ഉസ്താദ് എല്ലായിടത്തും പറഞ്ഞു പോകും. അപ്പൊ ഇവിടെ തെളിവിട്ട് നിർത്തും, പിന്നെ ആ സാധു ഒഴിക്ക് വരൂല. കാരണം പിന്നെ ജീവല്ല, ഉള്ള ജീവനൊക്കെ ഇങ്ങനെ കുറേ നുണയും പറഞ്ഞുകൊണ്ട് തീർത്ത് 2ാം റൗണ്ട് വരാൻ ഈ പടപ്പിനെ കിട്ടലില്ല. ഉള്ളത് പറയാലോ. ഇതുവരെ നമ്മളെ പരിചയമാണ് പറയണത്. 2ാമത്തെ ഒരു റൗണ്ട് ഒന്ന് തടി കൊണ്ട് വരാൻ ഈ പടപ്പിന് അത്യാവശ്യം ഒന്നും കിട്ടലില്ല. എന്താ പറഞ്ഞത്? വിളിച്ചു പ്രാർത്ഥിക്കൽ ഖുർആനിലില്ല. ഏത് ഖുർആനാ ഉസ്താദ് പഠിച്ചത്? ഖുർആനിൽ റബ്ബനാ, ഞങ്ങളെ റബ്ബേ, അത് വിളിച്ചു പ്രാർത്ഥിക്കല. എന്താ അത്? അതിനെന്താ പറയാ? ഖുലിദുല്ലാഹ്, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കുക, അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുക. അതെന്താ വെറുതെ ഉള്ള വിളിയ? റഹ്മാനേ, റബ്ബേ, അല്ലാഹ്, വെറുതെ വിളിക്കുക തന്നെ. വിശ്വാസികൾക്ക് ആ വിളി വെറുതെ അല്ല. ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദാകുന്ന പ്രാർത്ഥനയാകുന്ന വിളിയാണ്. ആ വിളിയെ ജാറങ്ങളിലും മഖ്ബറകളിലും ശൈഖുമാർക്ക് മുമ്പിലും കാഴ്ചവെക്കുക എന്നത്
ആ നയം വിജയിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പൊട്ടിസാക്കി കബളിപ്പിച്ച് പോയിട്ട് കാര്യമല്ല. ഖുർആൻ ഒരു തലക്കെന്ന് ഒരു ദിവസം ഒരു 4-5 പേജ് വേണ്ട, ഒരു പേജ് അർത്ഥസഹിതം തഫ്സീറൊക്കെ നോക്കി പഠിക്കുക. അപ്പം ഇൻഷാ അല്ലാ കുറേയൊക്കെ തിരിഞ്ഞു വരും. ഇനി എന്താ അടുത്ത പ്രശ്നം? ആ ഉസ്താദുമാരോട് എന്താണോ ചോദിച്ചത് എന്താ അറിയോ? മൊഹീദ്ദീൻ ഷെയ്ഖെ, ബദരീങ്ങളെ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം അതാണ്. അപ്പൊ ഉസ്താദിന്റെ രസകരമായ മറുപടി കേട്ടോളി. അപ്പൊ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുഖേന അഭൗതികമായ ഒരു കാര്യം അള്ളാഹുവിന് ചെയ്തു തരാൻ പറ്റുമോ പറ്റൂലേ, ഏത് ആവട്ടെ, ഞങ്ങളോട് തിരിച്ചു വയ്ക്കുകയാണ്. എന്താ നിങ്ങളെ മറുപടി? പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു അതല്ല, എനിക്ക് മറുപടി ഇല്ല. മറുപടി ഇല്ല. കാരണം മറുപടി ഒറ്റ വാക്കേന് മറുപടി അല്ല. ആ മറുപടി പറഞ്ഞാൽ നീ മുജാഹിദ് പ്രസ്ഥാനം ഇടവണ്ണന്നല്ല, ലോകത്തിന് മുഴുവൻ ഭാഗത്തും പിരിച്ചുവിടേണ്ടി വരും. കേട്ടല്ലേ നിങ്ങള്? എങ്ങനെയുണ്ട് ചോദ്യം? തറക്കേണ്ടടുത്ത് തറച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ എറിഞ്ഞപ്പോ കൊള്ളൻ്റെ അടുത്ത് കൊണ്ടുപറഞ്ഞില്ലേ എന്ന പോലെ തറക്കേണ്ടടുത്ത് തറച്ചു. അതിന് കിട്ടിയപ്പോ പിന്നെ ബപ്പ ഇനി എന്താ ചെയ്യാ? കുടുങ്ങി. എന്താ പറയാ? അപ്പൊ തിരിച്ചു കൊട്ട്. എന്ത്? മൊഹീദ്ദീൻ ഷെയ്ഖ് അതുപോലെ ബദരീങ്ങൾ അവർക്കങ്ങനെ കഴിയൂല എന്നുള്ള വിശ്വാസം ഉണ്ടോ? എന്തിനാ ചോദ്യം എന്നറിയോ? ആ ചോദ്യം നമ്മൾ നേരത്തെ കേട്ടല്ലോ. ഏത്? ഇവരുണ്ടാക്കിയൊരു വിശ്വാസം ഉണ്ടെന്ത്? ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അല്ല കഴിവ് വാരിക്കോരിയാണ് കൊടുത്തിക്കാണ്. അപ്പോൾ അത് നമ്മളൂടി അംഗീകരിക്കണം. ഇവർ കൊണ്ടുവന്ന ശിർക്ക് അംഗീകരിക്കാനാണോ നമ്മുടെ തൗഹീദ്? ആണോ? എന്നിട്ട് മുജാഹിദ് ഇടവണ്ണല്ല മൊത്തം പൊട്ടി പാളീസാകും. സഹോദരങ്ങളെ, അത് മുജാഹിദിനെ പാളീസാക്കലല്ല, ഇസ്ലാമിനെ തകർക്കുമെന്ന പ്രഖ്യാപനാണ്. ശൈത്വാന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിനെ തകർക്കുന്നാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ തൗഹീദാണ് പൊളിക്കുന്നു. ഇനി ഉസ്താദുമാർ ചെയ്യേണ്ട എന്താ അറിയോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അടുത്തേക്ക് ചെല്ലുക. എന്തിനാണെന്നറിയോ ഇതിങ്ങനെ പറയണത്? അവിടെ ചെന്നിട്ട് ഉസ്താദേ, ആ ഫതാവ മൊഹിയ്യു സുന്ന ഒന്നെടുക്കൂ, നിങ്ങൾ എഴുതിയ കിതാബല്ലേ? ആ അതെ, ഇവിടെ ഉണ്ട്. ഇതാ ശരി, ആ കിതാബിൽ ഒരു ചോദ്യമുണ്ടല്ലോ. അതേ ചോദ്യം എടവണ്ണ മുഖാമുഖത്തിൽ ഒരു സുഹൃത്ത് ഞങ്ങളോട് ചോദിച്ചു. എന്താ? മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അതിൽ ശിർക്കുണ്ടോ എന്നൊക്കെ ചോദ്യം. അപ്പോൾ ഈ സഖാഫി കൊടുത്ത മറുപടി അല്ല ആര് കൊടുത്തത്? പൊന്മള. കാരണം പൊന്മളക്ക് ശിർക്കിൽ ആത്മാർത്ഥത ഉണ്ട്. മനസ്സിലായോ? പൊന്മള ഉടനെ കൊടുത്തു. അനുവദനീയമാണ്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു. ഒറ്റടിക്ക് ആയത്ത് ഓതി കൊടുത്തു. അപ്പോ പൊന്മള ഉസ്താദിനോട് പോയിട്ട് പറയും, ഉസ്താദേ അങ്ങനെ പെട്ടെന്ന് ആയത്ത് ഓതരുത്. ആ ചോദ്യം നമ്മുടെ അടുത്തേക്ക് വന്നാൽ ആദ്യം കൊടുക്കേണ്ട ഉത്തരം, അവർക്ക് അല്ലാഹ് അങ്ങനെ കഴിവ് കൊടുക്കൂല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ ചോദിച്ചിട്ടേ നമ്മൾ മറുപടി കൊടുക്കാവൂ. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയാൻ പറ്റും? മനസ്സിലായോ? ഇത് ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ളൊരു കളിയാണ്. ആ കളി തീരട്ടെ, അത് അവിടെ അവസാനിക്കും എന്നുള്ളത് ഇൻഷാ അല്ലാ ഈ സംസാരം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വഹാബ് സഖാവി പറഞ്ഞല്ലോ 10-14 കഷ്ണായി എന്നുള്ളത്. അത് കളവാണ്, അതൊക്കെ നുണയാണ്, അതുപോലെ എന്തും പറയാം. പക്ഷേ നമ്മൾ ഇൻഷാ അല്ലാ ശരിക്ക് കാണിച്ചു തരും എത്ര കഷ്ണമായിട്ടാണ് സമസ്തപ്പ് കിടക്കണമെന്നുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഇനി ഇടവണ്ണ വെച്ചുണ്ടായത് എന്താണെന്നറിയോ? നമ്മുടെ പത്തപ്പിരിയത്തൊരു ഷിർക്കിന്റെ സംരംഭം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പച്ചയായ ഷിർക്കാണ് അത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷിർക്കും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞൊഴുകുന്ന ഒരു കേന്ദ്രമാണ്. ഏത് പേരിൽ അറിയപ്പെട്ടാലും അറിവെന്ന് പേര് കൊടുത്താൽ അനാവശ്യങ്ങൾ അറിവാവുകയില്ല. കേട്ടോ നിങ്ങൾ, ആ അറിവ് നിലാവ് എന്ന പേരിൽ നടക്കുന്ന സ്ഥലത്തെ പച്ച ഷിർക്കിന്റെ ഒരു തെളിവ് ആദ്യം കാണാം. നമ്മൾ എന്ത് സങ്കടം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും, ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മഹാനായ മടവൂർ പാപ്പാന്റെ ഹളറത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. കടം വീടാൻ ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, ഉസ്താദേ രോഗം ശിഫിയാവണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട്. എത്രയെത്ര സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളുടെ പർവ്വതക്കെട്ടുകളുമായി അള്ളാഹുവിന്റെ ദുനിയാവിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട്. അവർക്കെല്ലാവർക്കും തനിയാണ് മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. കേട്ടല്ലോ, എല്ലാവർക്കും തണിയാണ് സിഎം മടവൂർ. അയാൾക്കുണ്ടായ ഭ്രാന്ത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല.
സമസ്തന്റെ ഐക്യകണ്ഠന അഭിപ്രായം കേട്ടോ. APEK 2 മുഷാവറയുടെയും പരിപൂർണ അഭിപ്രായം, അവരെ സമ്മതമുള്ള കാര്യമാണ്. CM മടവൂര് മജ്ദൂബായിരുന്നു, ഭ്രാന്തനായിരുന്നു, അതുകൊണ്ട് നമുക്ക് പറയാം, നമ്മളെ വക പറയല്ല. അപ്പോൾ അതിന് ഒരു തുണ കൊടുക്കാൻ പറ്റാത്ത ആളാണ് ഇപ്പം എല്ലാവർക്കും തുണ. കണ്ടല്ലോ നിങ്ങൾ, പച്ച ശിർക്കൊഴുകുക, അനാവശ്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഒഴുകുക. ഇനി ഇതവിടെ മാത്രമല്ല, സമസ്ത വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഉസ്താദായിരുന്നു ഷിറിയ മുഹമ്മദ് കുഞ്ഞി ഉസ്താദ്. ഈ സുന്നി വോയിസ് 2021 ജനുവരി ലക്കം, അതിൽ ആ ഷിറിയ ഉസ്താദ് പറയുന്ന ഒരു അനുഭവം കൂടി കാണുക. വഫാത്തിനു ശേഷവും എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഞാൻ മടവൂരിൽ പോകും, ആ ഹദറത്തിൽ കാര്യങ്ങൾ പറയും, എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. അപ്പൊ ഇത് സമസ്തന്റെ ഔദ്യോഗിക വിശ്വാസമാണ്, അല്ലാതെ ഈ സഖാഫിയുടെ വിശ്വാസം മാത്രമല്ല, സമസ്തന്റെ ഔദ്യോഗിക വിശ്വാസമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും CM മടവൂരിന്റെ മക്കാമിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ആ അറിവിൻ നിലാവിൽ അവിടെ നടക്കുന്ന അനാചാരങ്ങളെപ്പറ്റി, ഷിർക്കിന്റെ പണികളെപ്പറ്റി അലവി സഖാഫി ഉസ്താദിനോട് ചോദിച്ചു. കാരണം അലവി സഖാഫി ഉസ്താദ് ആ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആളാണല്ലോ. അപ്പൊ എന്താ സഖാഫിന്റെ മറുപടികൾക്ക്? ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ശരിയും തെറ്റും പലതും ഉണ്ടാവാം. അത് വിലയിരുത്തലും അത് കൈകാര്യം ചെയ്യുക എന്നതും നമ്മുടെ ശൈലിയല്ല. അത്തരം വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്യുന്നതുമായി നമ്മുടെ പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവും ഇല്ല എന്നുകൂടി ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുകയാണ്. കേട്ടല്ലോ, ഈ മറുപടി അലവി സഖാഫി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നല്ല പുറത്ത് കിട്ടിയ അടിയാണ്. എന്താ വെച്ചാൽ ഈ സഖാഫി ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഊതുക, ഇങ്ങനെ മന്ത്രിച്ചു ഊതത്തരെ, എന്നിട്ട് TV-ന്റെ മുമ്പിൽ ഗ്ലാസ് വെള്ളം നിറച്ച് വെച്ചാൽ അവിടെ തുപ്പിയത് ഇവിടെ കിട്ടും. ആലോചിച്ചോക്കാണ്, അവിടെ തുപ്പീൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാവും. ഇത് വെച്ചാണ് ചോദിച്ചത്, അത് സമസ്ത അംഗീകരിക്കുമെന്നാണ്. അപ്പൊ അലവിക്ക് കത്തി, അലവി സഖാഫി കത്തി. ഇത് നമ്മൾ ഔത്തർച്ചി കലങ്ങണ ചോദ്യമാണ്. മൂപ്പർ എണീറ്റ് കണ്ട് പറഞ്ഞു, അതൊരു വ്യക്തിയുടെ പ്രശ്നമാണ്, സമസ്തക്ക് ബന്ധമില്ല, ഔദ്യോഗിക അറിയിപ്പാണ്. അപ്പൊ നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അതിനേക്കാൾ വലിയ ഔദ്യോഗിക അംഗീകാരവും വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും മുഷാവറയിലെ ഏറ്റവും വലിയ ആള് തന്നെ കൊടുക്കുന്നു. അതുകൂടി കാണുക. ഇപ്പോൾ നമ്മുടെ സഖാഫികളെ കൂട്ടത്തിൽ, പുതുതായി വന്ന സഖാഫികളെ കൂട്ടത്തിൽ ഒരു പ്രാസംഗികനാണ് സഫ്വാൻ സഖാഫി. ആ സഖാഫിയുടെ പരിപാടിയിൽ ലക്ഷങ്ങൾ സംബന്ധിക്കുന്നു ഓൺലൈൻ മുഖേന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അബ്ദുൽ ലത്തീഫ് സഖാഫി, അവരുടെ പരിപാടിയിലും ലക്ഷങ്ങൾ സംബന്ധിക്കും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അലവി സഖാഫി തുടങ്ങിയുള്ള സഖാഫികൾ പ്രസംഗ രംഗത്ത് ശോഭിച്ച്, ഗണന രംഗത്ത് ശോഭിച്ച് അങ്ങനെയുള്ളവരുണ്ട്. ധാരാളം വലിയ മുദരിസ്യങ്ങളുമുണ്ട്. അൽഹംദുലില്ലാഹ്. ആ കൂട്ടത്തിൽ ഇന്ന് സഫ്വാൻ സഖാഫിയുടെ പ്രസംഗം ഉമ്മമാർക്കും സാധാരണക്കാർക്കും കേൾക്കാൻ വളരെ കൂടുതൽ ഫലപ്രദവും ആവശ്യമുള്ളതുമായി അവർ കാണുന്നു, കേൾക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. ആ സഖാഫിക്ക് എല്ലാവിധ കഴിവും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ പ്രസംഗത്തിലും മറ്റ് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിലും അല്ലാഹു തആല എല്ലാ കഴിവുകളും കൊടുക്കുമാറാകട്ടെ. കേട്ടല്ലോ. ഇനി നമുക്ക് വളരെ വിനയത്തോടെ പറയാനുള്ള അലവി സഖാഫി പേടിച്ചോന്നാണ്. കാരണം അലവി സഖാഫിന്റെ പേര് പറഞ്ഞതിനേക്കാളും കൂടുതൽ ആരെ പേരാ? സഫ്വാൻ സഖാഫിന്റെ പേരാ. അപ്പോ കാന്തപുരം ഉസ്താദിന് പറ്റിയ വിത്താണ് ആര്? സഫ്വാൻ സഖാഫി. നല്ലോണം ഷിർക്ക് പ്രചരിപ്പിക്കാൻ കേമനാണ് ആള് എന്ന് ആർക്കറിയാം? ഷിർക്കിന്റെ അപ്പോസ്തലിന് അറിയാം. അപ്പോ അലവി സഖാഫി ഒന്ന് പേടിക്കുക. ഇനി അലവി സഖാഫി പറഞ്ഞതാണ് ഔദ്യോഗികമെങ്കിൽ കാന്തപുരത്തിന്റെ സ്ഥാനം എന്താ? കാന്തപുരാണല്ലോ ഇപ്പോ മുതിർന്ന ഏറ്റവും മെയിൻ ആള് കാന്തപുരാണല്ലോ. ആ കാന്തപുരത്തിന്റെ അഭിപ്രായം എന്താ? പിന്നെ പേരോട് സഖാഫിന്റെ അഭിപ്രായമൊക്കെ അത് കഴിഞ്ഞിട്ട് തൊട്ട് കുറെ താഴെയല്ലേ അലവി സഖാഫി കിടക്കുന്നത്.
അപ്പൊ അലവി സഖാഫി ഉസ്താദെ അങ്ങനെ ഇങ്ങോട്ട് തട്ടിയാൽ ഇത് പോകൂല. മുവഹിദുകളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊക്കെ ഉസ്താദുമാര് നിങ്ങളെ തല്ലാൻ വേണ്ടി ഇതൊക്കെ ആദ്യേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ തട്ടാൻ പറ്റൂല. അതൊക്കെ നിങ്ങൾ അംഗീകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൂടെ ഒഴുകുന്ന ശിർക്കും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സഹോദരങ്ങളെ ഗൗരവത്തിൽ കണ്ടോളൂ, പരലോകം നഷ്ടപ്പെടുത്തും. അതാണ് ആ വിഷയ സംബന്ധമായി സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ കൈ കഴുകി പോകാൻ വിചാരിക്കണം. ഇനി നോക്കൂ, നിങ്ങൾ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഷഹാദത്ത് കലിമന്റെ അർത്ഥം വരെ മാറ്റി. ഇത് തമാശ പറയല്ല. ഷഹാദത്ത് കലിമ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ അർത്ഥം വരെ മാറ്റി. അത് ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഈ ജാറം അറ്റാച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, പള്ളി ജാറം, അത് എവിടുന്ന് പോകുന്നതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ നിന്ന് പോകുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു പള്ളിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് മദീനത്തെ ജാറമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ദീനിന്റെ വളർച്ചയും പുരോഗതിയും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ജാറങ്ങളെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദുർ റസൂലുള്ളാഹിയെ മാറ്റിവെക്കുന്നു എന്നാണ്. കേട്ടല്ലോ, ഉസ്താദുമാര് പറയണം ഇത് സമസ്തന്റെ ഔദ്യോഗിക നിലപാടാണോ ഒന്ന് പറയണം. വേറൊന്നുമല്ല, സുലൈമാൻ സഖാഫി എന്തേ കരുതിയിട്ടുള്ളൂ അറിയോ? ജാറം വിട്ട് കളിച്ച പ്രശ്നം. അപ്പൊ ജാറത്തമെല്ലാം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ജാറ ഷിയാക്കൾ ഏർപ്പാടാണ്. ഉത്തമ തലമുറക്ക് ശേഷം, ആദ്യ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷിയാക്കൾ ലോകത്ത് കൊണ്ടുവന്ന ഷിർക്കിന്റെ തുടക്കമാണ് ജാറം. ദീനുമായി ബന്ധമല്ല, ഒരു ബന്ധമല്ല. അത് സത്യസന്ധമായി തെളിയിക്കാൻ കഴിയൂല. ആ ജാറത്തെ എവിടെ കെട്ടിച്ചത്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ സഹോദരങ്ങളെ ഇതൊക്കെ? എന്നിട്ട് എന്താ പറഞ്ഞത്? പള്ളി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പള്ളിയാണ്, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ജാറാണ്. എവിടുന്നാ സഹോദരങ്ങൾ ഇവരൊക്കെ ദീൻ പഠിച്ചത്? അറിയില്ല. ഈ സൂഫികളതും ഷിയാക്കളതും ബറേവികളതുമായ വാറോലകൾ വായിച്ചു പഠിച്ചാൽ ഇതന്നെ ഉസ്താദുമാരെ പറയാൻ കഴിയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ആ പള്ളികളിൽ അല്ലാഹുവിന്റെ കൂടെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. വഅന്നൽ മഖാബിറ, ഖബറുകൾ അല്ലാഹുക്കുള്ളതാണെന്നല്ല, മഖബറകളും ജാറങ്ങളും അല്ലാഹുക്കുള്ളതാണെന്നല്ല. ഈ വ്യാഖ്യാനത്തെ അല്ലെങ്കിൽ ഈ അർത്ഥത്തെ സമസ്ത ഔദ്യോഗികമായി അംഗീകരിക്കുമോ? അതല്ല, അത് സുലൈമാൻ സഖാഫിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞ് തള്ളുവോ? അത് ഉസ്താദുമാരെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. സാധാരണക്കാരെ ചിന്തിച്ചോളി. ഷഹാദത്ത് കലിമയെ പൊളിക്കുക, ഷഹാദത്ത് കലിമയെ തകർക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ കാർന്ന് തിന്നുകയാണ്. നന്നായി പേടിക്കണം. ആ പേടി പരലോക രക്ഷ ഓർത്ത് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, സമസ്തയിലെ ഉസ്താദുമാർ ഏറ്റവും നന്നായി കുടുങ്ങിയൊരു വിഷയം എന്താണ്? അത് CM മടവൂർ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളാണ്, ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുര ഉസ്താദ് ക്ലാസ് എടുത്തു. ക്ലാസ് തന്നെ എടുത്ത് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചൊക്കെ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസിന്റെ തുടക്കം CM മടവൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലൊരു ചെറിയ ഭാഗം ഒന്ന് കേൾക്കുക. ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ബദരീങ്ങളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ശുഹദാ ഉഹദിന്റെ അർവാഹുകളെ ഏൽപ്പിക്കുന്നു. കേട്ടല്ലോ, ഇത് അല്പം ദൈർഘ്യമുള്ള ക്ലാസ്സാണ്. അതിലെ ഫൽ മുദബ്ബിറാത്തി അംറ സൂറത്തു നാസിആത്തിലെ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്ത്, ആ ആയത്തിനെ ഓതി ഇമാം റാസിയുടെ പേരിൽ നുണ പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്തത്. നമ്മൾ വിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅ പിന്നാലെ കൂടി, ഖുർആനും സുന്നത്തുടുത്ത് പിന്നാലെ കൂടിയപ്പോൾ എന്താ ഉണ്ടായത്? സംഗതി അൽഹംദുലില്ലാഹ് വിജയം കണ്ടു. ഇവിടെ കാന്തപുരം ഉസ്താദ് കാട്ടിയ പണി എന്താ? ആയത്തിന്റെ ആശയത്തെയും ദുർവ്യാഖ്യാനിച്ചു, ആയത്തിന്റെ പദത്തെയും ദുർവ്യാഖ്യാനിച്ചു. അതാരെ പണിയാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മിനല്ലദീന ഹാദു, ജൂത വിഭാഗം, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, ആയത്തുകളെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുന്നവരാണ് ജൂതന്മാർ. തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ
പദത്തെയും ആശയത്തെയും തെറ്റിക്കുക എന്നാണ്. ഈ രണ്ട് പണിയും സാക്ഷാൽ കാന്തപുരം ഉസ്താദ് ചെയ്തപ്പോ എന്താ ഉണ്ടായത്? പിന്നെ ആകെ പിടുത്തം വിട്ടു. കാരണം ഉസ്താദിന്റെ ഔദ്യോഗിക അംഗീകാരം കിട്ടിയപ്പോ പിന്നെ പല ഉസ്താദുമാരും മാളത്തിന്ന് പുറത്തിയടി. പിന്നെ പിടുത്തം വിട്ട പ്രസംഗ. എന്താ പ്രസംഗം? എല്ലാം ഷെയ്ഖ്, അത് ഷെയ്ഖ്, ഇത് ഷെയ്ഖ്, അങ്ങനെ ഷെയ്ഖ്, ഇങ്ങനെ ഷെയ്ഖ് എന്ന് പറഞ്ഞ് പിന്നെ അല്ലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിയിട്ട് ലാ ഇലാഹ CM മടവൂർ എന്ന് ആക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി. അമ്മാതിരി വർത്താനാണ് കേട്ടോ നിങ്ങൾ. എന്റെ അഹലുകാർ കുറച്ചാളുകളാണ്, അവരെ ആഖിറത്തിൽ വെച്ച് ഞാൻ തെരഞ്ഞു പിടിക്കും. ശൈഖുന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. അന ഖുതുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേലുള്ളവരുണ്ട്, സദസ്സിലുള്ളവരുണ്ട്, പലരുമുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത്, ഊഹം വെച്ച് പറയുകയല്ല. എന്നാൽ ശൈഖുനെ പറ്റിയിട്ട് പലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ശൈഖുനയോട് ചോദിച്ചു, നിങ്ങളെ പറ്റി മുദബ്ബിർ ആലമെന്നും ഖുതുബുൽ ആലം എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സഖാഫിയാ ചോദിച്ചത്. ഉടനെ ഒന്ന് മറുപടി, അതൊക്കെ ചെറിയ മദ്ഹാമോനെ, ഇപ്പോൾ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ ഇപ്പോ പറഞ്ഞില്ലേ, അന ഖുതുബുൽ, നിങ്ങൾ ഖുതുബുൽ ആലം ചോദിച്ചപ്പോ ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ പാപ്പ ചോദിച്ചു, എവിടെയാ, അതെവിടെയാ? മിണ്ടിയില്ല. കേട്ടല്ലോ, ഇത് തളീക്കര തങ്ങളാണ്. ഇനി ഉസ്താദും അറിയേണ്ട, അത് തളീക്കര തങ്ങൾ അഭിപ്രായം എന്ന് പറയണ്ട. എന്തി അങ്ങനെ പറയണോ അറിയോ? ഇപ്പൊ അതിൽ ഒരു പാട്ട് കേട്ടല്ലോ, ഏത് വൽമദുഹു യഖ്സുറു എന്നുള്ള പാട്ട്. ആ പാട്ട് എവിടുന്നറിയോ? ഇതാ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി. ഇതാരെഴുതിയ കിതാബാ? അബ്ദുൽ ബസീർ അസ്സഖാഫി. എവിടെയുള്ളത്? മർകസു സഖാഫത്തു സുന്നിയയിലെ വളരെ ആധികാരിക സ്ഥാനത്തിരിക്കുന്ന ഉസ്താദ് ഇന്നുണ്ട്. ഈ മൗലിദ് ഗ്രന്ഥത്തിന് അവതാരിക എഴുതി കൊടുത്തത് ആരാന്നറിയോ? സാക്ഷാൽ കാന്തപുരം ഉസ്താദ്. എന്താ പറഞ്ഞത്? ഈ കിതാബ് എല്ലാ വീടുകളിലും എല്ലാ സദസ്സുകളിലും പാരായണം ചെയ്യപ്പെടാൻ അർഹതയുള്ള കിതാബാണ്. അതാണ് ഈ കിതാബിന്റെ പ്രത്യേകത. ഇനിയോ ഈ കിതാബിന്റെ ഇതാ 89ാമത്തെ പേജിൽ, ആ പേജിലാണ് പറഞ്ഞല്ലോ ഒരു സഖാഫി വന്നു എന്ന് പറഞ്ഞില്ലേ? ഇതാ ഒരു സഖാഫി വന്നു. ഖാലലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, അനാഖൂലു അൻക, ഞാൻ നിങ്ങളെ പറ്റി പറയുന്നു, ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം, നിങ്ങൾ ഖുതുബുൽ അഖ്താബാണ്. ആരോട്? CM മടവൂരിനോട് ഒരു സഖാഫി വന്ന് പറയുകയാണ്, ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം, നിങ്ങൾ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഫഅബാൻ, ഒരു കുഴപ്പമില്ലടാ, ശരിയാണ്, ഒരു കുഴപ്പമില്ല, ശരിയാണ്. എന്നിട്ടോ ഫൽമദുഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. ദാ തളീക്കര പാടിയ അതേ പാട്ട്. എന്താ? ഇതൊക്കെ വളരെ ചെറുതാണോ, അതിന്റെ മേലെയാണ് വതബസ്സമ ബിബയാൻ, അങ്ങനെ പുഞ്ചിരിച്ചു. ഇതാരാ? കാന്തപുരം ഉസ്താദിന്റെ അംഗീകാരത്തോടെയുള്ള കിതാബാ. ഇന്നും ഓടുന്നുണ്ട് ഈ കിതാബ്, മനസ്സിലായുണ്ടോ? ഇന്നും വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഒരു തളീക്കരന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ട. ഇനി അങ്ങനെ ആരും വരണ്ട, ആ വർത്താനം പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. പിന്നെ അതുമല്ല, സമസ്തന്റെ അസിൽ വെച്ച് ആ വിശ്വാസത്തിന് തെറ്റുണ്ടോ? ഇല്ലല്ലോ. എന്താ സമസ്തന്റെ അസിൽ? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണശേഷം എന്തിനും ഏതിനും കഴിയുന്നാണല്ലോ സമസ്തന്റെ അസിൽ. അപ്പൊ ലോകം നിയന്ത്രിക്കാനും കഴിയും അവരെ വിശ്വാസപ്രകാരം, അല്ലേ? അതവരെ വിശ്വാസപ്രകാരം കഴിയും. ഓലതിന് ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കണ്ട, അല്ലാതെ തന്നെ ഓലുണ്ടാക്കിയ അസിലതാ. നീ കിതാബ് ഏതാ? ഇത് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് പേര് പറഞ്ഞു കൊടുത്ത ഷെയ്ഖുൽ മശായിഖ് CM വലിയുല്ലാഹി, കറാമത്തുകളും അനുഭവങ്ങളും കഴക്കൂട്ടം വി ശംസുദ്ദീൻ മുസ്ലിയാർ. ഇതാ കാന്തപുരം ഉസ്താദ് പേര് വരെ പറഞ്ഞു കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട്. എന്താ ഈ കിതാബിലുള്ളത്? കണ്ടോളി. ഇതൊക്കെ സാധാരണക്കാർ കേൾക്കണം, അതൊക്കെ കേട്ടോളി. അപ്പോൾ നബിമാരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ, അതായത് അത്ഭുതങ്ങൾ വെളിവാകുന്നത് പോലെ ഔലിയാക്കളിൽ നിന്നും വെളിവാകും. മതപരമായ ഒരു തടസ്സവും അതിനില്ല. ഔലിയാക്കളിൽ നിന്ന് ഇന്ന അസാധാരണ സംഭവം മാത്രമേ ഉണ്ടാകാവൂ, ഇന്നത് ഉണ്ടായിക്കൂടാ എന്ന് പരിനിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഏതു നിലയിൽ കൂടിയുള്ള അസാധാരണ സംഭവങ്ങളും അവർ കാരണമായി ഉണ്ടാകും. ഏത് നിലക്കുള്ളതുണ്ടാവും. അപ്പൊ ഇതിന് ലോകം നിയന്ത്രിക്കലുണ്ടാവുമല്ലോ, മരിച്ചവരെ ജീവിപ്പിക്കുമല്ലോ വിശ്വാസപ്രകാരം. ഇനി ഇതിന്റെ ഉള്ളിൽ കണ്ടോളൂ. ഇതാ
ഇതിന്റെ ഉള്ളിൽ സി എം മടവൂർ ഉറക്കെ പറയുന്നു, അന ഖുതുബുൽ അഖ്താബി ഹക്കൻ ലാ ശക്ക ഫീഹി. ഒരാളും സംശയിക്കണ്ട, ഞാൻ യഥാർത്ഥ ഖുതുബുൽ അഖ്താബാണ്. എന്താ ഖുതുബുൽ അഖ്താബ്? മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുക തന്നെ, ഒരു സംശയവുമില്ല. ആലം പറഞ്ഞ ലോകാണല്ലോ, മുദബ്ബിർ പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവെന്നാണല്ലോ. മുദബ്ബിറുൽ ആലം എന്ന വാചകത്തിന് എന്താ മലയാളത്തിൽ അർത്ഥം പറയാ? കുറച്ച് നിയന്ത്രിക്കുന്ന ആള് അല്ലെ, ഇവിടെ നിയന്ത്രിക്കുന്ന ആള്, അങ്ങനെ അർത്ഥം വെക്കോ? ഇല്ല. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നവൻ എന്ന. ഇത് കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചപ്പോ വേറെ ഉസ്താദുമാരിഞ്ഞ് പറയുന്നത് കേട്ടോളി. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹളറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. കേട്ടലങ്ങള് ഇങ്ങനെ കടന്ന് ലോകം മൊത്തം നിയന്ത്രിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അയാൾ കണ്ണ് ചിമ്പിയാൽ ലോകം തീരുമാനം, പ്ലെയിനുകളൊക്കെ ഡിഷ് കൂട്ടിയിടിക്കും. എന്താ സഹോദരങ്ങളെ ഇത്? നിങ്ങൾ ആലോചിക്കുകയാണ്, സ്വന്തം ജീവനം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ പ്ലെയിനുകളെ 30 കൊല്ലത്തിലേറെ മരിച്ചിട്ട് പ്ലെയിനുകളെ നിയന്ത്രിക്കുന്നു. എന്തൊരവസ്ഥയാണ്. ഇതൊക്കെ കേട്ടിരിക്കാൻ ആളുകളുണ്ടല്ലോ. ഇനി അത് മാത്രമല്ല കേട്ടോളൂ, ഇതാ മരിച്ചവർക്കൊക്കെ പുഷ്പം പോലെ ജീവിച്ചു. ഉണങ്ങിയ പൂവിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും വിടരണ പോലെ മരിച്ചു, വേണ്ട ജീവിച്ചോ. എത്ര പെട്ടെന്ന്. അതാ കേട്ടോളി, അഹിയൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമീ. പാമ്പുകടിയേറ്റ് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ബസീർ സഖാഫിന്റെ വിശദീകരണം ഉണ്ട്. എന്താണ്? ഡോക്ടർമാർ പറഞ്ഞു മരിച്ചിട്ടോ, ആള് കാലിയായി തീർന്നു. മടവൂര് പറഞ്ഞു പോണ്ട, എണീക്കടാ, പോര് പോര്. എന്താ നിങ്ങൾ ആലോചിച്ചൊക്കെയാണ്. എന്നാ പിന്നെ എന്തിനാ മൂപ്പര് മരിച്ചത്? ജീവിച്ചിരുന്ന് കാണ്ട് തന്നെ ആൾക്കാർക്ക് സഹായം കൊടുത്തൂടെ? എന്തിനാ മൂപ്പര് മരിച്ചത്? ഈ കെ അസം മുസ്ലിയാരും ഈ കെ അബൂബക്കർ മുസ്ലിം എന്തിനാ ഓലെന്തിനാ മരിച്ചു പോയത്? നിങ്ങളൊന്നും പോണ്ട, നിങ്ങളൊക്കെ കനപ്പെട്ട വിലപ്പെട്ട ഉസ്താദുമാർ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോരെ. എന്തിന് സഹോദരങ്ങളെ? കാന്തപുരം ഉസ്താദിന് അസുഖം ഉണ്ടായിട്ട് സി എമ്മിനെ വിളിക്കുക ചെയ്തത് അല്ല. കാന്തപുരം ഉസ്താദ് അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ പനിച്ചു കിടന്നപ്പോൾ സി എം സ്വപ്നത്തിൽ വന്നിട്ട് എന്തോ എടുത്തുകൊണ്ടോയി, പിറ്റേന്ന് പനി മാറി. എന്തേ ഈ അവസ്ഥയിൽ സി എം വരായിരുന്നു? അപ്പോൾ ഇങ്ങനെ ഓരോ കഥകളും മറ്റും വിളിച്ചു പറഞ്ഞ് നടക്കുക എന്നതല്ലാതെ വേറെ ഒന്നും സഹോദരങ്ങളെ ആ വിഷയത്തിലില്ല. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണിക്കണമെന്നറിയോ? ഇൻഷാ അല്ലാഹ് രസം വരാണ്ട്. അതുകൂടി മനസ്സിലാക്കാനാണ് ഇതിങ്ങനെ കാണിക്കണത്. അടുത്തൊരു ക്ലിപ്പൂടിയും കേൾക്കുക. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ സഹോദരങ്ങളെ അല്ലാഹ് അല്ലേ? അതുകൂടി ഉസ്താദ്മാരൊന്ന് പറഞ്ഞു കൊടുക്കും. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എന്തിനാ നമ്മൾ ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കി വെച്ചത്? എന്തിനാ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ ആമീൻ ആമീൻ എന്ന് പറയുന്നത്? എന്തിനാ സഹോദരങ്ങളെ? എന്തിനാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയാ വൽ ആഖിറ. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയല്ലേ? എന്തിനാണ് ഈ പ്രാർത്ഥന? ഓ സി എം എ ഖൈറുദാ സി എം എ എന്ന് പറഞ്ഞാ പോരെ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. 5 വക്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ടു. എന്തിനാ ഇസ്ലാം ഇങ്ങനെ ഇടപെട്ടത്? എന്തിനാണ് ഇസ്ലാം ഒരു സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ മതമായത്? ഇങ്ങനെ വ്യക്തിപൂജയും സമൂഹ പൂജയും വിഗ്രഹപൂജയും ആൾദൈവ പൂജയും ഒക്കെയാണ് ഇസ്ലാമെങ്കിൽ, അപ്പൊ സഹോദരങ്ങളെ ചിന്തിക്കുക, ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിന് വിത്ത് പാകിക്കൊടുത്ത സാക്ഷാൽ കാന്തപുരം ഉസ്താദ് സമൂഹ മധ്യത്തിൽ തിരുത്തണം. എനിക്കബദ്ധം വന്നു. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് മലക്കുകളുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഇമാം റാസി പറഞ്ഞിട്ടില്ല, പറയണം. ഇമാം റാസിന്റെ കിതാബിൽ ഉസ്താദ് പറഞ്ഞൊന്നുമില്ല.
അത് നമ്മളിവിടെ കൂടുതൽ പറയണില്ല. ഇനി നിങ്ങൾ കേട്ടോളി. ഇനി സാക്ഷാൽ കാന്തപുരം ഉസ്താദ് തന്നെ പറയുന്നു, അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള കഴിവിനെ CM മടവൂരിന് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് തന്നെ വകവെച്ച് കൊടുക്കുന്നു. അതുകൂടി കേൾക്കുക. ഒരു ദിവസം എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അണയാണെന്ന് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്രയാന്ന് ഇപ്പൊ എനിക്ക് എന്നെ ഓർമ്മയില്ല. വലിയ സംഖ്യ ഒന്നുമില്ല. ഒരു 4000 പരം ഉറുപ്പിക. അത് വലിയ കടാണ്. അന്ന് നമുക്ക് വലിയ കടന്നല്ല. 4000 ഉറുപ്പികയും അതിൻ്റെ എന്തോ അണയും പൈസയും. നിങ്ങൾക്ക് കടമുണ്ട്, കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകുന്നു. സഹോദരന്മാരെ, ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി പറഞ്ഞ കണക്ക് തന്നെ, ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞോളി. ശപിക്കപ്പെട്ട ശൈത്വാനിൽ അല്ലാഹു കാവൽ തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കാണി സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആയത്തല്ലേ യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്നവൻ, വമാ തുഖ്ഫിസ് സുദൂർ, മനസ്സിൽ മറച്ചു വെച്ചതറിയുന്നവൻ അല്ലാഹയാണ്. ഇതറിയാത്ത മുസ്ലിമുണ്ടോ? ഈ ആയത്ത് കേൾക്കാത്ത മുസ്ലിമുണ്ടോ? എന്താ സഹോദരങ്ങളെ ഇതിന്റെ അർത്ഥം? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിന്റെ അർത്ഥമായി പറഞ്ഞ കാര്യം നമ്മളൊന്ന് കേൾക്കണം. യുഖ്ബിറു തആല, അല്ലാഹു തആല അറിയിക്കുന്നത് അൻ ഇൽമിഹി താമിൽ മുഹീതി ബിജമീഇൽ അഷ്യാ, എല്ലാ കാര്യങ്ങളെയും ചുറ്റിപ്പൊതിഞ്ഞുള്ള അറിവ്, പരിപൂർണമായ അറിവ്, അത് റബ്ബിൻ്റെത് മാത്രമാണ്. ആ അറിവിനെ സംബന്ധിച്ചിടത്തോളം ജലീലിഹാ വഹഖീരിഹാ, വലിയ കാര്യങ്ങളാകട്ടെ ചെറിയ കാര്യങ്ങളാകട്ടെ, സ്വഗൈരിഹാ വകബീരിഹാ, പെരുത്ത കാര്യങ്ങളാകട്ടെ നിസാരമായ കാര്യങ്ങളാകട്ടെ, ദഖീഖിഹാ വലതീഫിഹാ, സൂക്ഷ്മമായ എത്ര ചെറിയ കാര്യമാകട്ടെ അതൊക്കെ അറിയുന്നവൻ അല്ലാഹുവാണ്. എന്നിട്ടോ ലിയഹദറന്നാസു ഇൽമഹു ഫീഹിം, അള്ളാന്റെ അറിവുണ്ട് എന്ന പേടിക്ക് വേണ്ടിയാണ് ഈ കാര്യം നമ്മൾ അറിയിച്ചത്. ഫയസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കൊരു ലജ്ജ വേണം. വയത്തഖൂഹു ഹഖ്ക തഖ്വാ, ഏറ്റവും നല്ല സൂക്ഷ്മത വേണം. വയുറാഖിബൂഹു മുറാഖബതൻ മൻ യഅലമു അന്നഹു യറാ, അല്ല എന്നെ നിരീക്ഷിക്കുന്നു, അല്ല എന്നെ കാണുന്നു എന്ന പേടി വേണം. ഫഇന്നഹു തആല, അല്ലാഹു തആല അറിയുന്നു. യഅലമുൽ ഐനൽ ഖായിന വഇൻ അബദത് അമാന, ഒരു കണ്ണ് പുറത്ത് വലിയ വിശ്വാസം കാണിച്ച് ഉള്ളിൽ അത് വഞ്ചന ഒളിപ്പിച്ചു വെച്ചാലും അറിയുന്നവൻ അല്ലയാണ്. വയഅലമു മാ തൻതവി അലൈഹി ഖബായസ് സുദൂരി മിനൽ ലമായിരി വസ്സറായിർ, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നാം മറച്ചു വെച്ച കാര്യങ്ങൾ അറിയാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അല്ലാഹ്, ഒരേ ഒരു ശക്തി അല്ലാഹ്. മുഹീദ് ശേഖനെ പറ്റി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പാടിയല്ലോ അതേ പാട്ട് CM മടവൂരിന്റെ വിഷയത്തിലാണ്. ആലോചിക്കണം, എന്താണെന്നറിയോ? CM മടവൂര് അല്ലാനെ പോലെ കാണും, അല്ലാനെ പോലെ കേൾക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ഉസ്താദുമാർക്ക് ഇതൊന്നും പറയാൻ ഒരു പണിയില്ല. CM സ്മരണിക അതിൽ എപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്, അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും. ആര്? CM മടവൂർ. എന്താ സഹോദരങ്ങളെ ഇതും? എന്താ ഇത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹനെ പോലെ ആരുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യരായി ആരുമില്ല എന്ന ഇസ്ലാമിന്റെ അതിഗൗരവകരമായ തൗഹീദ്. അതിനെയാണ് ഈ പൊളിക്കണ ഉസ്താദുമാർ. എന്നിട്ടോ കൊടുത്ത കഴിവ് എന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കിക്കുക, അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ ഓടുക. സഹോദരങ്ങളെ, ഷിർക്ക്, ഈ ഷിർക്കിന്റെ കച്ചവടം അവസാനിപ്പിക്കണം സഹോദരങ്ങളെ.
ഇല്ലെങ്കിൽ പരലോകത്ത് ഈ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് എതിരായിട്ട് മാറും. അതാണ് പറയാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിങ്ങനെ പറഞ്ഞ് 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 അവസാനം ഇത് പിടുത്തം വിടും, അണികൾ ഇളകിപ്പോകും, കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകും എന്നുറപ്പായപ്പോൾ മുഷാവറയിലെ സാക്ഷാൽ പ്രധാനപ്പെട്ട പേരോട് സഖാഫി രംഗത്ത് വന്നു. ഒന്ന് കേൾക്കുക. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ. ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സർഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലും ഒക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, കാന്തപുരം ഉസ്താദ് പേരോട് ഉസ്താദുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല, അതല്ലേ ഈ പറഞ്ഞത് ഇപ്പോ, അല്ലേ? അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദിന് തഫ്താദാന്റെ കിതാബ് ഒന്ന് പേരോട് ഉസ്താദ് ക്ലാസ് എടുത്ത് കൊടുക്കണം. ഇപ്പൊ മംഗലാപുരത്ത് കാസർഗോഡ് വെച്ച് നടത്തിയ 100ാം വാർഷിക പ്രഖ്യാപനത്തിൽ കാന്തപുരത്താതിന് ഇരുത്തിങ്ങാണ്ട് പേരോട് ഇങ്ങനെ കാശക്ക്, ഇതൊക്കെ ഷിയാക്കളെ വിശ്വാസമാണ്, തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞു. ആരോട്? കാന്തപുരത്തിനോട്. എന്താ ഇതിനാ വായന അറിയോ? ഉസ്താദേ, നിങ്ങൾ ഷിയേട്ടോ, ഞാനും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്, പക്ഷെ പറയല്ലാതെ നിർവാഹമല്ല. മനസ്സിലായില്ലേ? ഇത് സമസ്തന്റെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ ഇതാ ഉലമാ സമ്മേളനം. ഈ പ്രദേശത്തെ ഏതെങ്കിലും ഉസ്താദുമാർ അതിലുണ്ടായിരുന്നു എന്നറിയില്ല. പേരോട് ഉസ്താദും അലവി സഖാഫി ഉസ്താദും ജില്ലകൾ തോറും നടത്തിയ ഉലമാ സമ്മേളനം. ഈ ഉലമാ സമ്മേളനത്തിൽ എന്താ അറിയോ, നമ്മളിങ്ങനെ കറാമത്തൊന്നും വല്ലാതെ പറയണ്ട, ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്നത് പറയണ്ട, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പിടുത്തം വിട്ടു പോകണുണ്ടോ, ഇതിൻ്റെ ഉള്ളിലത്തെ വരികളാണ് ഇത്. നമ്മൾ നേർപ്പദം വാരികയിൽ ഒരു കവർ സ്റ്റോറിയാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വായിക്കണം എന്നാണ്. ഈ ഉലമാ സമ്മേളനം വന്നതോടുകൂടി സമസ്ത മുഷാവറയിൽ അടിയുടെ പൊടിപൂരമാണ്. അത് സാധാരണക്കാർ അറിയില്ല കേട്ടോ, ഓരോ മഹല്ലിലെയും സാധാരണക്കാർക്ക് അറിയില്ല. ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് അതറിയാം. അതിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ കാണിച്ചാൽ കേട്ടോളി. ഇതാ നേരത്തെ പകര അഹ്സനി ഉസ്താദ് പ്ലെയിന് നിയന്ത്രിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, പേരോട് ഉസ്താദ് പറയട്ടെ. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. കേട്ടല്ലോ, പേരോട് ഉസ്താദിന് കുറച്ചൊക്കെ ഒരു വിവരം ഇങ്ങനെ വെച്ച് വരുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, വേറൊന്നുമല്ല. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആരെ പറയണത്? ചാലിയത്ത് സമസ്തയുടെ 20 വർഷത്തോളായിട്ട് ഖാദി സ്ഥാനത്തിരിക്കണ പകര അഹ്സനിക്കാണ് ഈ കുത്ത്. ഒരു വ്യക്തി പറഞ്ഞു കണ്ടോ, അവിടെ അലവി സഖാഫിൻ്റെ അതേ നയ നമ്മളറിയില്ലട്ടോ, ആരനെ പകര അഹ്സനിക്ക് സമസ്തയിലുള്ള സ്ഥാനം എന്താ, അത് വെച്ചിട്ടാണ് ഈ പറയണതേ. അപ്പോൾ പകര വിഭാഗം ഇതിൻ്റെ അരിശത്തിലാണ്. പകര അഹ്സനെ വിടൂല എന്നുള്ളിടത്താണ് ആ ഭാഗത്തുള്ളത്. പേരോടും അലവി സഖാഫി ഉസ്താദും അങ്ങനെ. കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ സുലൈമാൻ സഖാഫി മമ്പാട്ടേറിന് മൂപ്പരപ്പ തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇനിതാ അടുത്ത ടീമിന്റെ പ്രതികരണം കേട്ടോളി. എന്തെങ്കിലും ഒരു ഹക്ക് തുറന്നു പറയുമ്പോഴേക്കും അത് താൻ പറഞ്ഞതിനും തന്റെ നേതാവ് പറഞ്ഞതിനും എതിരാണെങ്കിൽ ഓനെ കുരുവട്ടൂർക്കാരനാക്ക, വേറെ വല്ല പണി നോക്കതിന്. അല്ലാഹ് എന്നൊരുത്തൻ ഈ ലോകത്തിനെ പരിപാലിക്കുന്നുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു കിതാബിൽ നിന്ന് കണ്ട ഒരു വിഷയം, അത് ശരീഅത്തിനെതിരല്ലാത്തൊരു വിഷയം, നേരെ കണ്ടത് എടുത്തു പറയുമ്പോഴും അത് കുരുവട്ടൂർക്കാരൊക്കെ പഠിച്ചതാണ്. കേട്ടല്ലോ, പകര ഹസന്റെ ദേശീയാണ്. ഓനും ഓന്റെ നേതാവ് ആര്? പേരോട് ഉസ്താദും കാന്തപുരം ഉസ്താദും. നല്ല ഇണക്ക അല്ലേ? വഹാബ് ഉസ്താദേ, ഇതൊക്കെ നോക്കിയിട്ട് പോരെ, മുജാഹിദ് 14 100 നോക്കല്? ഒന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് സമൂഹത്തേക്ക് ഇറങ്ങി. ഇത് എന്തിനത് പറയണവർ? സാധാരണക്കാരെ വിഷമിപ്പിക്കാനല്ല. ഇതൊക്കെ തരും മനസ്സിൽ അത്രയും സങ്കടമുണ്ട്.
തൗഹീദും സുന്നത്തും പറയുന്ന ആളുകളെ ഇങ്ങനെ മുറിവേൽപ്പിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രതികരിക്കണ്ടേ? എത്ര വെച്ചിട്ടായി സഹിക്കുക? ഈ ശിർക്കും ഖുറാഫത്തും വിറ്റ് ജീവിക്കുന്നവരുടെ ഈ ബുദ്ധിമുട്ട് എത്ര ഞങ്ങൾ സഹിക്കുക? ഇതൊക്കെ പച്ച ഉസ്താദുമാർ തമ്മിൽ അടിയാണ് ഈ നടക്കുന്നത്. ഈ കുരുവട്ടൂർ ആരാന്നറിയോ? കുരുവട്ടൂർ ആരാ? നൗഷാദ് ഹുസൈനും ടീമും കേട്ടോ. സമസ്തിന്ന് പോയല്ലോ. അപ്പം എത്ര ടീമായി? പകരം വേറെ 4 ആയിപ്പോൾ. നൗഷാദ് ഹുസൈൻ ഭയങ്കര അരിശത്തിലാണ്, വിടൂല എന്നുള്ളിടത്താണ്. ഇനി അടുത്ത ടീം പറയട്ടെ കേട്ടോളി. വഹാബികൾ ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ? വിമാനമൊക്കെ എങ്ങനെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണെന്ന് പറഞ്ഞാൽ അപ്പോൾ മടവൂർ ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പില്ലായിരുന്നോ ഇതൊക്കെ എന്ന് വഹാബികൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചില്ലേ? അങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചോദിക്കേണ്ടത്? അത് മുമ്പും ചോദിക്കാൻ അവസരമില്ലായിരുന്നോ? മുഹിദ്ദിമാരില്ലേ, ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമിയാതൊക്കെയും ഒരു ചുമടെന്നോവർ, ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ. ഔസുല്ലാദം പറഞ്ഞ വാചകമായിട്ട് മുഹിദ്ദിമാലയിൽ നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയണ രൂപത്തിലല്ലേ പാടണത്? അപ്പോൾ ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ എന്ന് പറയുമ്പോൾ വഹാബി ചോദിക്കൂലേ? അപ്പോൾ മുഹിദ്ദീൻ ഷേഖ് ജനിക്കണതിന് മുമ്പ് ഭൂമി ആരുടെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കൂലേ? അപ്പൊ വഹാബി ചോദിക്കുന്നത് എന്നതുകൊണ്ട് മുഹിദ്ദിമാല ആ വരി പാടരുതെന്ന് നമ്മൾ പറഞ്ഞിനോ? പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? ഇ കെ ഹസൻ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ? നമ്മൾ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയല്ലേ? കേട്ടല്ലോ നിങ്ങള്. നമ്മൾ ഒന്നും പറയണ്ട. അബൂബക്കർ സഖാഫി പള്ളറച്ച് പറഞ്ഞുകൊള്ളു അല്ലേ? മൊഹീദ്ദിമാല ആ വരി മാത്രല്ല, ഭൂമിയൂരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമിയാതൊക്കെയും ഒരു ചുവടെന്നോവർ, കഅബാനെ ചുറ്റുവാൻ കുതുബാണോരെല്ലാരും, കഅബൻ തവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ, എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എൻ്റെ കണ്ണെപ്പോഴും ലൗഹീലതെന്നോവർ. എടുത്തെറിയേണ്ട സാധനാണ്. മനസ്സിലായോ? പച്ച ശിർക്കും ഖുറാഫത്തും കാലങ്ങളായി സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നാടകം കളിക്കുന്ന ഉസ്താദുമാരെ, കപടത കാണിക്കുന്ന ഉസ്താദുമാരെ, മാപ്പ് പറയൂ സമൂഹത്തോട്. നിങ്ങൾ മാപ്പ് പറയൂ. ഈ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി ഒരു മാപ്പ് ജാറ നടത്തൂ. നിങ്ങൾ മാപ്പ് ജാറ നടത്തണം. മനസ്സിലായോ? എന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടിയത്? ഇതൊക്കെ എതിർത്തപ്പോ എവിടെയിരുന്നു? കൃത്യമായി പ്രമാണങ്ങൾ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രാവും പകലും വ്യത്യാസമില്ലാതെ അങ്ങാടികളിലൂടെ കവലകളിലൂടെ ഓടിയപ്പോൾ നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ? കൂക്കി വിളിച്ചില്ലേ? പരിഹസിച്ചില്ലേ? മുടക്കിയില്ലേ? എന്തൊക്കെ ചെയ്തു? അതേ ചോദ്യം നിങ്ങളെ കൊണ്ട് അല്ലാഹു ചോദിപ്പിച്ചു. ഇതാണ് അല്ലാഹുവിന്റെ ദീൻ വിജയിക്കും. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി. അവിശ്വാസികളും ശിർക്ക് ചെയ്യുന്നവരും എത്ര വെറുത്താലും അള്ളാന്റെ ദീൻ അല്ലാഹു പൂർത്തിയാക്കും. എന്താ ചോദിച്ചത്? ഇ കെ ഉസ്താദൊക്കെ ഇത് സുന്നി വോയിസാ ഇതൊക്കെ രേഖ. നമുക്കൊരു നുണയും കളവും വബില്ലാഹി തൗഫീഖ് പറയേണ്ടതില്ല. രേഖകൾ പള്ള നിറച്ച് സംസാരിക്കും. 2019 ഒക്ടോബർ സുന്നി വോയിസ് കേട്ടോളി. എന്നാൽ മഹാന്മാർ യഥേഷ്ടം മുഅ്ജിസത്തും കറാമത്തും കാണിക്കുമെന്ന് ഹസൻ മുസ്ലിയാർ പറഞ്ഞു. സാധാരണ പ്രവർത്തികളിൽ സാധാരണ ആളുകൾക്ക് എപ്രകാരം ഇഖ്തിയാറുണ്ടോ അതുപ്രകാരം അസാധാരണ മനുഷ്യർക്ക് അസാധാരണ കാര്യങ്ങളിൽ ഇഖ്തിയാറുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിന് ധാരാളം തെളിവുകളും അദ്ദേഹം ഉദ്ധരിച്ചു. 100 കൊല്ലത്തെ സമസ്തന്റെ വിശ്വാസതാണ്. പക്ഷേ അത് കാന്തപുരം ഉസ്താദും കൂട്ടരും പേരോട് ഉസ്താദും കൂട്ടരും തച്ച് തകർത്തു എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ഈ സംസാരിച്ച അബൂബക്കർ സഖാഫി അത് കാഫില, മടവൂർ കാഫില എന്ന ടീമാണ്. ലത്തീഫ് സഅദിയുടെ കൂടെ പോയ മടവൂർ കാഫില. ഇനി ഒന്നുകൂടി കേൾക്കുക, കുറച്ച് ഗൗരവമുള്ള ഒരു വർത്താനം കേട്ടു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ സംഭവം കാണുമ്പോൾ പടച്ചോനായി പോകുന്ന പേടി സുന്നിയെ കൊണ്ട് ചിലർക്ക് അതിലേ സുന്നിപ്പെട്ടവന് എന്ത് തുന്നിയാണോ? കേട്ടല്ലോ? അങ്ങനെ ഇത് പേരോട് ഉസ്താദിനുള്ള ഒരു ഉപദേശം. എന്ത് തുന്നിയാടോ, ഇങ്ങനൊന്നും എതിർക്കണ്ട. ഉസ്താദ് പലതും കാട്ടും. ആര്? ഷെയ്ഖുന പലതും കാട്ടും. ഇനി നമ്മളൊരു 4-5 ക്ലിപ്പ് കൂടി ഇൻഷാ അല്ലാഹ്. അത് ഈ എടവണ്ണ മുഖാമുഖത്തിൽ ആ മുഖാമുഖത്തിൽ പങ്കെടുത്ത 3 ഉസ്താദുമാരും വല്ലാതെ വിരകി വിയർത്തു. ഏതുമ്മേ? മുദബ്ബിറുമ്മേ.
മുദബ്ബിറുൽ ആലമിന്റെ പരിണാമ കോലമാണ് നമ്മൾ ഇനി കാണുന്നത്. പറയട്ടെ, അലവി സഖാഫി പറയട്ടെ. ഈ അണ്ടകടാഹത്തെ മുഴുവനും അല്ലാഹു അല്ലാത്ത മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും ചരാചരങ്ങളെയും ആ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ച് ആനൻ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന ആ കർമ്മം ചെയ്യുന്നവൻ അല്ലാഹു ജല്ല വഅല മാത്രമാണ്. അത് അള്ളാഹുവിന്റെ സവിശേഷതകളിൽപ്പെട്ടതാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന തത്വമാണ്. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തന്റെ ശറഹുൽ മഖാസിദ് എന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യവുമാണ്. അതിലാർക്കും തർക്കമില്ല. ഓക്കെ, അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ഒരു സംശയവുമല്ല. നല്ല കാര്യം ഉസ്താദ് പറഞ്ഞത്. പക്ഷേ കാന്തപുരം ഉസ്താദിനെ കൊണ്ടൊന്ന് തിരുത്തിക്കണം, അത്രേ ഉള്ളൂ. എന്തിനാണ് ഈ നുണ പറഞ്ഞത്? അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ചു. ഇതാ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതി കൊടുത്ത തങ്കപ്പെട്ട മൗലിദ് പുസ്തകം അന കുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. എങ്ങനെ അലവി ഉസ്താദെ ശരിയാകുക? എങ്ങനെ ശരിയാകുക? ഇതാ അടുത്ത പുസ്തകം നമ്മൾ വായിച്ചു, ലാ ശക്ക ഫീഹി, സംശയം തന്നെ വേണ്ട, ഞാനാണ് കുതുബുൽ അഖ്താബ്. എങ്ങനെ ശരിയാകുക? ഈ രണ്ട് ആശയം എങ്ങനെ ഒരു കേന്ദ്രത്തിൽ ശരിയാകുക? ഇനി അതേ അലവി സഖാഫിന്റെ അടുത്ത സ്വഭാവം കണ്ടോളി, ആയത്ത് ദുർവ്യാഖ്യാനം കണ്ടോളി. അങ്ങനെ ഔലിയാക്കന്മാർക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാനും ആലമിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാനും ഒക്കെ അവർക്ക് കഴിയുമോ? കഴിയും. അത് അല്ലാഹു നൽകുമോ? നൽകും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. ഇത് ഖുർആനിൽ അല്ലാഹു ജല്ല വഅല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അർത്ഥത്തിൽ ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട്, മലക്കുകൾക്ക് തദ്ബീറുണ്ട്. അത് ഉണ്ട് എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തിനധികം KM മൗലവിയുടെ അൽ വിലായത്തു വൽ കറാമ എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. കേട്ടല്ലോ, ഒരേ സ്റ്റേജ് രണ്ട് മുഖം. നേരത്തെ പറഞ്ഞത് എന്താ? ആനമ്പിയാനൊക്കെ നിയന്ത്രിക്കണം അള്ളാന്റെ മാത്രമായ ഒരു പ്രത്യേകത. അതേപോലെ അള്ളാഹ് ആർക്കെങ്കിലും കൊടുക്കോ? കൂട്ടരെ കൊടുക്കൂലെന്ന് ഉറപ്പല്ലേ? പിന്നെ സിട്ടാവും സിട്ടിയാമിൽ എന്ത് വ്യത്യാസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കൊടുത്തിട്ടില്ലല്ലോ. ഇനി അങ്ങനെ കൊടുത്തെങ്കിൽ എന്ത് സുഖ. ഒരാൾക്ക് ഇപ്പൊ കിണർ കുത്തണം, ഒരു പ്രയാസമല്ല. മൂസാ നബിയെ ഒരു കിണർ തരൂ, 12 അരിവ് വേണ്ട, ഒറ്റ കിണർ മതി എന്ന് പറഞ്ഞാൽ പോരെ? എന്ത് സുഖ, ഒറ്റയടിക്ക 12 അരുവി. അത് പറ്റൂല അല്ലേ? കുഷ്ഠരോഗവും പാണ്ഡുരോഗം മാറിക്കിട്ടാൻ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ലല്ലോ. ഓ ഈസാ നബിയെ ഈ പാണ്ഡുരോഗം മാറ്റിത്താ, കുഷ്ഠരോഗം മാറ്റിത്താ പറഞ്ഞ പോരെ? എന്തിനാ മരുന്ന്, എന്തിനാ ഡോക്ടർ? അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. അതേ ആയത്തോതിയിട്ട് അലവി സഖാഫിയും പറയണത് എന്താണ്? ഔലിയാക്കൾക്ക് തദ്ബീർ കൊടുത്തിട്ടുണ്ട്. അത് നുണയാണ് ഉസ്താദെ. പിന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ല ഉസ്താദെ. അങ്ങനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അദ്ദേഹം ഉത്തരവാദി അല്ല. അതിനൊക്കെ മറുപടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ പറയാം. ഇനി KM മൗലവി റഹിമഹുല്ലയുടെ അൽ വിലായ വൽ കറാമ എന്ന പുസ്തകത്തിൽ സൂഫികളുടെ വിശ്വാസം എടുത്തു കൊടുക്കുകയാണ് KM മൗലവി. മനസ്സിലാക്കണം, കബളിപ്പിക്കൽ മനസ്സിലാക്കണം. സൂഫികളുടെ വിശ്വാസം, അവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് KM മൗലവി എടുത്തു പറഞ്ഞിട്ട് അത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ലാന്ന് അതേ പുസ്തകത്തിൽ മറുപടി പറഞ്ഞ KM മൗലവിൻ്റെ പേരിൽ ഈ നുണ പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു തെറ്റ് സ്ഥാപിക്കാനാണ്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണി. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ വളരെ ക്ലിയർ ആണ്, ഒരു തകരാറുമില്ല. വെറുതെ ബിദ്അത്തുകാർ അബദ്ധത്തിൽപ്പെട്ട് ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അത് അഹ്ലുസുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുകളിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നേരെ, സുന്നത്ത് ജമാഅത്തിന് നേരെ അവര് അനാവശ്യമായ ആരോപണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായപ്പോ നമ്മൾ പ്രതികളായി. നിങ്ങൾ ആലോചിക്കാണ് മൊഹീദ്ദീൻ മാലി പറഞ്ഞത്, ഒരു നൂറ്റാണ്ടുകാലത്തെ സമസ്ത നേതാക്കൾ അംഗീകരിച്ചത്, സാക്ഷാൽ കാന്തപുരം സമൂഹത്തിൽ ക്ലാസ് എടുത്തത്. ഓരൊന്നും കുറ്റക്കാരല്ല, നമ്മൾ വെറുതെ ആരോ എന്തോ. അതൊക്കെ കാന്തപുരം ഉസ്താദിന്റെ നെഞ്ചുമ്പൊക്കെയുള്ള ചവിട്ടാന്ന് നമുക്കറിയാം. മനസ്സിലായോ? ആരോ എന്തോ അല്ല, സമസ്ത മുഷാവറയുടെ കാര്യദർശി സാക്ഷാൽ കാന്തപുരം ഉസ്താദ്.
ഇനി അതേ വേദിയിൽ കുടുങ്ങി അലവി സഖാഫിയാണ് കുടുങ്ങിയപ്പോൾ ഒറ്റടിക്ക് 4 മുദബ്ബിറ കേട്ടോ, 4 മുദബ്ബിർ ടപ്പ 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 കേട്ടോ. അങ്ങനെ മുദബ്ബിറുലാലമായ ആള് ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. 1 ജിബ്രീൽ അലൈഹിസ്സലാം അറിഞ്ഞോളി, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ. നിങ്ങൾ ഒന്നാ ചോദിച്ചത് 4 ആളെ പേര് ഞാൻ പറഞ്ഞില്ലേ, എഴുതി വെച്ചോളി. കേട്ടല്ലോ, നല്ല രസമുള്ള ഉത്തരം. അപ്പൊ എന്തായി? മുദബ്ബിറു ആലം ബഹുവചനായി, ഇനി ഏകവചനം പറ്റൂല. അപ്പൊ ഒരു മുദബ്ബിറല്ല, ഒട്ടേറെ മുദബ്ബിറുകൾ. എന്താ കഥ? വമയുദബ്ബിറുൽ അംറ. ഖുർആന്റെ ചോദ്യം, ആരാണോ ലോകം നിയന്ത്രിക്കുക, ആരാ കാര്യം നിയന്ത്രിക്കുക? വമയുദബ്ബിറുൽ അംറ. മക്കത്തെ മുശ്രിക്കിന്റെ മറുപടി അല്ലാഹ്. യുദബ്ബിറുൽ അംറ മിനസ്സമായി ഇലൽ അർള്. ആകാശലോകത്ത് നിന്ന് ഭൂമി ലോകത്തിലേക്കുള്ള കാര്യം നിയന്ത്രിക്കുന്നവൻ ആരാ? അല്ലാഹ്. ജിബ്രീലല്ല, മീകായിലല്ല, ഒരു മലക്കുമല്ല, ആരുമല്ല. ഒറ്റടിക്ക് കുടുങ്ങിയപ്പോ എന്നാ പിടിച്ചോ ടപ്പേ. അപ്പോ എത്ര നിലപാടാ അലവി ഉസ്താദിന്? എത്ര നിലപാടാ? ആദ്യം പറയാ അല്ല അല്ല തന്നെയാണ്, പിന്നെ പറയാ ഔലിയാക്കളും അമ്പിയാക്കളും ഉണ്ട്, പിന്നെ പറയാ ആരോ ഉണ്ടാക്കിയ പ്രശ്നമാണ്, പിന്നെ പറയാ എന്നാ പിടിച്ചോ 4 എണ്ണം. ഒരു സ്റ്റേജ് വന്ന് 4 മുഖാണ് അലവി സഖാഫി. ഇനി ഒറ്റ ചോദ്യം, ആ മലക്കുകൾ ഇന്നും ഉണ്ടല്ലോ, എന്നാ പിന്നെ സി എം അടവരെന്തിനാ? ആ മലക്കുകൾ ഒന്നുമില്ലേ? അവരാരും മരിച്ചിട്ടില്ലല്ലോ. മീകായിൽ എന്നുണ്ട്, ഇസ്രാഫീൽ എന്നുണ്ട്, മലക്കുൽ മൗത്ത് എന്നുണ്ട്, ജിബ്രീൽ എന്നുണ്ട്. ഇനി എന്തിനാ സി എം അടവൂര്? ഇനി അടുത്ത ആള് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ബഷീർ സഖാഫി പറയണത്. എന്തിനാ കാത്തിരിക്കണത്? അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ മമ്പുറങ്ങൾ മുദബ്ബിറായത് നിങ്ങളുടെ ഭാഷയിൽ? എന്തിനാ മൊഹീദ്ദീൻ ഷെയ്ഖ് ഭൂമി ഉരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ എന്തിനാ പാടിയത്? ഏയ് ജിബ്രീലിന്റെ കയ്യിൽ, മീകായിലിന്റെ കയ്യിൽ. എന്തെങ്കിലും വിളിച്ചു പറയാ. ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണം, തൗഹീദിന് നേരെയാണ് കുത്തിയത്, അത് പൊളിയില്ല. എത്ര മൂർച്ചുള്ള കുന്തെടുത്ത് കുത്തിയാലും തൗഹീദ് പൊളിയില്ല. അങ്ങനെ പൊളിക്കാൻ തലകുത്തി മറിഞ്ഞ് കുറേ ആൾക്കാർ നോക്കി. ഇനി അതേ വേദിയിൽ അടുത്ത മുദബ്ബിർ കേട്ടോളി, മലക്കുമ നിൽക്കണില്ല കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഉണ്ട് പറഞ്ഞ ആൾക്കാരെ കേട്ടില്ല, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? പിന്നെ റസൂൽ തന്നെ ഒരു നിയന്ത്രിക്കുന്ന ആളാണ്. പിന്നത്തെ പോയില് ബേജാറ്. ഔലിയ മലക്കുകളെക്കാളും നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളാരറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ഒരു വേദിയിൽ ഇപ്പൊ എത്ര മുദബ്ബിറായി? 4 മലക്കുകളുമായി. അടുത്തത് ഓലക്കാളൊക്കെ പവർ ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക. അത്ര നിങ്ങൾ കുഴിച്ചു, നിങ്ങൾ എന്നെ അതിൽ വീണു. ഇതൊക്കെ നിങ്ങൾ എരന്ന് യാചിച്ച് വാങ്ങിയതാണ്, ഒന്നുമല്ല. തൗഹീദുള്ളവരെ ഇങ്ങനെ പരിഹസിക്കരുത്, വേദനിപ്പിക്കരുത്. നിങ്ങളുടെ തനി നിറം സമൂഹത്തിൽ തുറന്ന് കാണിക്കേണ്ടി വരും. ഇനി അടുത്ത കേൾക്കിങ്ങൾ. അപ്പൊ സഹോദരന്മാരെ, എന്തേ പറഞ്ഞതുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തിന്റെ മുദബ്ബിർ. ലോകത്തിന്റെ മുദബ്ബിർ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവൽ സ്പർശങ്ങളുള്ള എല്ലാ സംഗതികളിലും ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കേട്ടല്ലോ. അപ്പൊ നബിയോ, മീകായിലോ, ജിബ്രീലോ? എന്താണ് ഇസ്ലാമിന്റെ ആശയം? ശരിക്കാണ് പറഞ്ഞ എങ്ങനെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ? ഇങ്ങനെ വിയർക്കേണ്ട ആവശ്യമുണ്ടോ? 3 ആള് അലവി സഖാഫി കയറിയിട്ട് തീർന്നില്ല. മനസ്സിലാക്കണം കേട്ടോ. ഒരു ചോദ്യത്തുമേ, ഒരു സാധാരണക്കാരന്റെ ചോദ്യത്തുമേ മുഷാവറ വരെ കുലുങ്ങി. അലവി സഖാഫി തീർന്നില്ല, വഹാബ് സഖാഫി കയറി തീർന്നില്ല, മൂപ്പരും വിരകി. ഇനി അടുത്ത ഒരാള് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി കയറി കേട്ടോളി. ഓ മാഷാ അല്ലാഹ്, വെരി ഗുഡ്. പിന്നെ നിങ്ങള് സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിൽ ഇല്ലാത്ത പുതിയ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ലോകം നിയന്ത്രിക്കുന്ന ആള് സി എം അടവൂരാണോ അല്ലേ? അപ്പൊ ആണ് എന്ന് സുന്നികളും അല്ല എന്ന് മുജാഹിദുകളും പറയും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം സുന്നികളുടെ മുജാഹിദുകളുടെ ഇടയിൽ ഇല്ല. ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെയുണ്ട്? എളുപ്പമായി. ഇനി തീർക്കാൻ അതേ പണിയുള്ളൂ. കുട്ടിയെ ഞാൻ ഇച്ച് പറഞ്ഞോടത്തേക്ക് ഞങ്ങൾ വരാം, സമ്മതിച്ചരാം, ബുദ്ധിമുട്ടിക്കല്ലേ കേട്ടോ. നമുക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഉണ്ടാഴ്സേനി പ്രശ്നമുണ്ട്. ഇത് നിങ്ങളെ വിട്ടുപോകൂല. കാന്തപുരം ഉസ്താദിന് ഏത് കോട്ട് നിങ്ങൾ ധരിപ്പിച്ചാലും, ഏത് പട്ടം നിങ്ങൾ കൊടുത്താലും തിരുത്തണം. അതാണ് മാന്യത. എന്താണ്? ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലമിന്റെ അർത്ഥം ഡോക്ടറായ അഹ്സനിക്ക് അറിയില്ലെങ്കിൽ ഈ പണി നിർത്തുക നല്ലത്. ദക്തൂറുള്ള ആളാ,
മൂപ്പർക്ക് മുദബ്ബിറുലാലന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അദ്ദേഹം ആ പണി നിർത്തിക്കോട്ടെ. ഇതൊക്കെ എങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. പേരോട് ഉസ്താദിന്റെ ഒരു സങ്കടം കൂടി നമ്മൾ കേൾക്കണം. വേറൊന്നുമല്ല, 2 സമസ്തയും 100 വർഷം തികയാൻ പോവുകയാണ്. അവര് ഈ അഹ്ലുസുന്നയിൽ നിന്ന് പിളർന്നു പോയിട്ട് 926 പിളർന്നു പോയി. 2026 ഇരു സമസ്തയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയും വൈരാഗ്യം പറഞ്ഞത് അത് ശരിയല്ല, ഇതാണ് ശരി, ഞങ്ങളാണ് ശരി, ഒരു തെറ്റി ഇപ്പോഴും തീരാണ്. സോഷ്യൽ മീഡിയ നോക്കിയ തൊയിരല്ല, അമ്മാതിരിയാണ്. രണ്ടും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ്. ആ യുദ്ധം നടക്കുമ്പോൾ 2 സമസ്തയും അവരുടെ ഇക്കാലം വരെയുള്ള ആദർശം തച്ച് പൊളിച്ച് തകർത്ത് ഇതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഒരു സംശയം. 2 സമസ്തയും. അപ്പുറത്ത് അമ്പലക്കടവും ടീമുമാണ്, ഇവിടെ പേരൊടുസ്താവും ടീമാണ്. അടിയോട് അടിയാണ്. അത് പുറത്തേക്ക് എത്തിയിട്ടില്ല. പേരൊടുസ്താവിന്റെ സങ്കടം കേൾക്കുക. സമസ്തയുടെ പ്രഖ്യാപനത്തിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ വാദപ്രതിവാദവും ബഹളവും വെക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നമ്മളെ നേരം പോക്കി കളയണമെന്ന് അങ്ങനെ ഒരു അജണ്ട ഉണ്ട് പുത്തൻവാദികൾ അജണ്ട എന്താണ്? അവർക്കെതിരെ പറയാൻ സുന്നി പണ്ഡിതന്മാർക്ക് സമയം ഉണ്ടായിരുന്നു. അതിനെന്താ വേണ്ടത്? അവർക്കിടയിൽ ചെറിയ ശാഖാപരമായ വിഷയം കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ പേരിൽ ചില മൂപ്പിളമ തർക്കങ്ങൾ മൂത്തതാരാ ഇളയതാരാ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് മാസെത്രയായി വയസ്സെത്രയായി, ഇങ്ങനത്തെ ചില തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് ദീനിന്റെ ആശയം പറയാൻ അവസരമില്ലാതെ ആലിമീങ്ങൾക്കിടയിൽ ആ തർക്കത്തിലാക്കി അങ്ങ് വിട്ടാൽ ഇവർക്ക് പിന്നെ സുഖമായിട്ട് ദീന് നശിപ്പിക്കാലോ. അതുകൊണ്ട് പറയട്ടെ, ആ തട്ടിപ്പും കൊണ്ട് ഇനി ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയും വരണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷിക പരിപാടി ആഘോഷിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പരസ്പരം ബഹുമാനിക്കും. ആഘോഷിച്ചോളി, ഒരു കുഴപ്പമില്ല, ആഘോഷിച്ചോളി. പക്ഷേ ഞങ്ങളെ മേത്ത് കിടണ്ട. ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയതാ. പേരോടുസ്താദേ അലവിസ്താദേ നിങ്ങൾ തന്നെയാണ്. എന്താണ് ഉലമാ സമ്മേളനം? ഈ ഉലമാ സമ്മേളനമാണല്ലോ നിങ്ങളെ കത്തിച്ചത് അല്ലേ? ഒന്ന് വായിച്ചര കേട്ടോളി. എന്താ ഉലമാ സമ്മേളനത്തിന് 5ാം പേജ് അറിയോ? വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. ഉദാഹരണം, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ പറയാൻ പറ്റൂല, പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണു ചിമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും. കണ്ടോ? ധാരാ പറഞ്ഞത് പേരോടുസ്താദ്. അപ്പോൾ പേരോടുസ്താദെ, നിങ്ങൾ തന്നെയാണ് 100ാം വാർഷികത്തിന് പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ മുഷാവറയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഞങ്ങൾ ആരുമല്ല. ഞങ്ങൾ ആ പ്രശ്നത്തെ പ്രാമാണികമായി കൈകാര്യം ചെയ്തു എന്ന് മാത്രം. എല്ലാ മുഷാവറയിൽപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ ഉസ്താദുമാർക്കും ഒരു ഉസ്താദിൻ്റെ വളരെ വിലപ്പെട്ട ഒരു നസീഹത്തുണ്ട്. അതുകൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നാട് മുഴുവനും മൈക്ക് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് കറാമത്തുകളെ വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ട്. നല്ല മനുഷ്യന്മാരെ, ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന കൗമിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. ഈ കൗമിന്റെ അന്തത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ ഓല് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനനുസരിച്ച് ഉള്ള കറാമത്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ പറയാവൂ. ഇതെന്നിട്ട് കെട്ടി വലിച്ചുണ്ടാക്കി ഒരുപാട് കറാമത്ത് ഇങ്ങനെ വേറി വിളമ്പുമ്പോൾ ഉള്ള വിശ്വാസവും കൂടി ദീനിൽ അടിസ്ഥാനപരമായി ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടായിത്തീരുന്നതെന്ന് ഈ കറാമത്ത് വിളമ്പുന്ന ആളുകളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം ഉസ്താദുമാർക്കുള്ള ഒരു ഉസ്താദിൻ്റെ നല്ല ഗുണകാംക്ഷയുള്ള വളരെ സ്വീകാര്യമായ അഭിപ്രായമാണ്. പരിപൂർണ പിന്തുണ തരുന്നു, അതാണ് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ശരിയായ ആശയം അത് കൃത്യമാണ്, വ്യക്തമാണ്, തുറന്നിട്ട പുസ്തകമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി പ്രവേശിച്ച് പിശാചിന്റെ കാലടിപ്പാദങ്ങളെ പിൻപറ്റാതെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഇഷ്ടത്തിനും അനുസരിച്ച് ദീനിനെ കൈകാര്യം ചെയ്യാതെ പ്രമാണങ്ങൾ പറഞ്ഞ പോലെ നാളെയുടെ ലോകത്ത് ഓരോ നന്മകളും ഉപകരിക്കണമെന്ന മനസ്സോടുകൂടി മരണാനന്തര ജീവിതം വിജയിക്കണമെന്ന ആ ആഗ്രഹത്തോടുകൂടി നാം ഓരോരുത്തരും ജീവിക്കുക, പണിയെടുക്കുക, പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.